രാഹുൽ മാങ്കൂട്ടം പിന്നെ നിൽക്കുന്നത് മാവായതുകൊണ്ട് ഒരു പറമ്പിലാണ്. ആ പറമ്പാണ് ഈ വടകരയിൽ MP രാഹുൽ മാങ്കൂട്ടം. 74 വയസ്സായ പെൺകുട്ടി സ്ത്രീക്ക് ചാറ്റ് ചെയ്യുക അറിയില്ല. രാത്രി കാണുന്ന എല്ലാ സ്ത്രീകൾക്കും ചാറ്റ്. കൊല്ലം തുളസിക്ക് ചാറ്റ് ചെയ്തു. അപ്പൊ കൊല്ലം തുളസിയോട് ഞാൻ ആണാണ്. നിങ്ങൾ ആലോചിച്ച് ഇതുപോലത്തെ കച്ചറകളാണോ രാഷ്ട്രീയം? എന്താ ആളുകൾ രാഷ്ട്രീയത്തിൽ വരാത്ത? ഇത്തരം ആളുകളുണ്ടെങ്കിൽ ആരും വരില്ല. സണ്ണി ജോസഫ്, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുരേഷ് ഗോപി, അതൊക്കെ ഭ്രാന്ത. ഒറ്റയ്ക്ക് കലങ്ങും പിന്നെ വിഷാദ കാമുകനെ പോലെ പരീക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, പത്രക്കാർ, എന്താ അങ്ങ് ഇങ്ങനെ വിഷാദമായിരിക്കുന്നത്? ഇന്ന് ചർച്ചയ്ക്ക് ആരും വന്നില്ല. ഇയാൾ പോയിരിക്കുന്നവിടുത്തെ ചർച്ചയ്ക്ക് ആള് വരുമോ? ഇയാൾ എന്താ ഒറ്റയ്ക്ക് കൂടിയോണ്ട് നടക്കുക? പട്ടികാധികാരി ഒരു സ്ത്രീ കൈ കൊടുത്തപ്പോ പോയി പൈപ്പിൽ കൈയഴുകി, അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാവണം എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് ഇയാള് പുറത്തേക്ക് ഇറങ്ങുമ്പോ പത്രക്കാരൻ വരട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലെ കാര്യമേ ചോദിക്കാവൂ പത്രക്കാരോട്. ബാക്കിയുള്ളവരോടൊക്കെ എന്തും ചോദിക്കാല്ലേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്പലത്തിലെ കാര്യം മാത്രമേ ചോദിക്കാവൂ. പാർലമെന്റിൽ നിന്ന് ഇറങ്ങുമ്പോ പാർലമെന്റ് കാര്യം. പിന്നെയോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഏത് കാര്യം ചോദിക്കണം? നാണം കെട്ടവന് ഡാഷിൽ ആലും വിളച്ചാൽ തണല, പക്ഷെ ഊഞ്ഞാലാടാൻ വേണ്ടി കയറ് തോളത്തിട്ട് നടക്കുന്ന പരമദ്രോഹിയുടെ പേരാണ് ഈ സുരേഷ് ഗോപി. മനസ്സിലായി? നടക്കുകയാണ്. അയാൾ ആദ്യകാലത്ത് SFI ആയിരുന്നു. SFI എവിടെ SFI? പിന്നെ കോൺഗ്രസ് ആവാൻ പോയി. പീതാംബരക്കുറുപ്പ്, നിങ്ങളുടെ നാട്ടിലായിരുന്നു പീതാംബരക്കുറുപ്പ്, ഉന്നതനായ കോൺഗ്രസ് നേതാവ്. ഷെറാമേനോൻ വീഴാതെ നോക്കിയ ആളാണ്. സീതാമേനോൻ സ്റ്റേജിൽ ഇരിക്കുമ്പോ പിന്നാലെ കൈയിനെ പിടിച്ച് സീതാമേനോൻ കർണക്കുറ്റിക്ക് ഒരു പടമടച്ചു. പടച്ചപ്പോ പറഞ്ഞു, അത് ദേഷ്യം കൊണ്ടല്ല, സ്നേഹവികാരമാണ് കാണിച്ചത്. അതങ്ങനെയാണ്. കോൺഗ്രസിന് പറ്റിയില്ല. കോൺഗ്രസ് പറഞ്ഞു, ഇവിടെ പറ്റില്ല, ഇവിടെ 10 തൊഴിലാളിയും അതിനേക്കാൾ 11 നേതാവുമാണ്. പറ്റില്ല. ഇപ്പൊ കോൺഗ്രസ് നോക്കി ആരാ നേതാവ്? സുധാകരനാണോ? അല്ല. രമേശ് ചെന്നിത്തലയാണോ? അല്ല. അതേമാതിരി സണ്ണി ജോസഫാണോ? അല്ല. അല്ല, മറ്റേ വേറെ ഏതെങ്കിലും നേതാവാണ്? സതീശനാണോ? അല്ല. ആരാ നിങ്ങളുടെ നേതാവ്? നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജാഥ കണ്ടില്ലേ? ഈ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുധാകരൻ ജാഥ ക്യാപ്റ്റൻ, പ്രതിപക്ഷ നേതാവും ജാഥ ക്യാപ്റ്റൻ. ഒരു പാർട്ടിക്ക് 2 ക്യാപ്റ്റൻ, 2 ഗജാൻജി. ഇവിടെ ഗജാൻജി എന്ന് പറഞ്ഞാൽ സാമ്പത്തികം പിടിക്കുന്ന ആളാ. അതിന് 2 പിടിക്കൂ. കോൺഗ്രസ് എങ്ങനെയായി എന്ന് പറയാനാണ്. എന്നിട്ട് പത്രസമ്മേളനം, എല്ലാ ദിവസവും പത്രസമ്മേളനം. ഒരു ദിവസത്തിന് നേരം വൈകി പ്രതിപക്ഷ നേതാവ് സതീശൻ വന്നു. അപ്പൊ പത്രക്കാരൻ ചോദിച്ചു, പ്രതിപക്ഷ നേതാവിനെ കാണുന്നില്ലല്ലോ. ഓ, ആ മൈലാഞ്ചി എവിടെയാന്ന് എനിക്കറിയില്ല. സുധാകരൻ. അപ്പൊ ഓടിക്കതച്ച് സതീശൻ വന്നു. അപ്പൊ സതീശനോട് പത്രക്കാരൻ ചോദിച്ചു, അങ്ങയെ മൈലാഞ്ചി എന്നോ മഞ്ചാടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ സതീശന്റെ വർത്താനം, ഞങ്ങൾ അങ്ങനെയാണ്, വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇവരെ കുടുംബത്തിൽ കയറ്റാനും കൊള്ളില്ലെന്നർത്ഥം. ഇതാണ് കോൺഗ്രസ്. അതീവ ദുർബലമാണ് അതിന്റെ രാഷ്ട്രീയ ശരീരം. രാഷ്ട്രീയ ശരീരം അതീവ ദുർബലമാണ്. അവൻ 10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ എല്ലാ പ്രയാസമുണ്ട്. അവന് മാത്രം തന്നെ ലീഗിനും പ്രയാസമുണ്ട്. RSPക്ക് ആ പ്രയാസമില്ല. കാരണം ഒരു MLA ഇല്ലല്ലോ, പേടിക്കണ്ടല്ലോ. പഞ്ചായത്ത് മെമ്പറില്ല, പ്രസിഡന്റില്ല, ആരുമില്ല. ഒരു പേടിയില്ല. കാരണം ആരുമില്ല. ഇരുട്ടത്തെ ബുദ്ധിയില്ലാത്തവർ ഇരുട്ടത്ത് ഇറക്കാൻ പേടി. PJ ജോസഫിന് പ്രശ്നമില്ല, 2 ഗാനമേളയിൽ പോയാൽ മതി. ആരാ നിങ്ങളുടെ മുന്നണിയിൽ? UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇനി എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്? ഈ അടുത്ത കാലത്ത് പറ്റുന്ന തോന്നുന്നില്ല. കേരളം നിലനിൽക്കണമെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം തുടരണമെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ജയിക്കണം. അത് ജയിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ആകെ കത്തിപ്പടരുന്ന വർഗീയത നമ്മുടെ നാട്ടിലേക്കും വരും. അത് നമ്മളെ വല്ലാതെ ക്ഷീണത്തിലാക്കും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൊരു കാവലാളായി മാറുക. ജയിക്കൽ മാത്രമല്ല, ജയിക്കലും തോൽക്കലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണമാണ്. 2 ആള് തോക്കാനുണ്ടെങ്കിലേ ഒരാൾ ജയിക്കുള്ളൂ. 2 ആള് തോക്കാനുണ്ടെങ്കിൽ, ഓടുമ്പോൾ ഒരാൾ തോൽക്കാനില്ലെങ്കിൽ അയാൾക്ക് സമ്മാനം കിട്ടൂല. അതൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമാണ്. ഇതുകൊണ്ട്
നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾ നോക്കി എല്ലാവരും ജാതിയായി മാറാം. ജാതി, മതം, കുലം, ഗോത്രം, അതിനെയൊക്കെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു കവിയാണ്. സ്ഥാനാർത്ഥികൾ ഏത് ജാതിയിൽ നിന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്? അവിടെ ക്രിസ്ത്യാനിയാണോ, ഇസ്ലാമാണോ, അല്ലെങ്കിൽ നായരാണോ, നമ്പൂരിയാണോ, ഇഴവനാണോ, പുലയനാണോ? ആരാണിത് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മുടെ നാടിനെ എത്തിച്ചത്? നമ്മുടെ നാട്ടിൽ ഈ ചിന്ത ഇല്ലായിരുന്നല്ലോ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ എന്നൊരു പാട്ടില്ലേ? ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അപ്പുറത്തെ വീട്ടിൽ പട്ടിണിയില്ലായിരുന്നു. അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ മതങ്ങളും ഇല്ലേ? ഇതുപോലൊരു അപകടം പിടിച്ചൊരു കാലം നേരത്തെ ഉണ്ടായോ? എല്ലാ മതവും ഇല്ലേ? ഇന്നലെ ഇല്ലേ? ഹിന്ദുമതം ഉണ്ടായില്ലേ? ഇസ്ലാം മതം ഉണ്ടായില്ലേ? ക്രിസ്ത്യൻ മതം ഉണ്ടായില്ലേ? സമുദായ സംഘടനകൾ ഉണ്ടായില്ലേ? ഇത്രയും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. ഓരോരുത്തർ അമ്പലത്തിൽ പോണു, പള്ളി പോണു, പള്ളിയിലും അമ്പലത്തിൽ പോണവര് ഒരുമിച്ച് പോണു, പള്ളിയിലേക്ക് തിരിയുന്നവര് അപ്പൊ നമുക്ക് പോകുമ്പോ ഒരുമിച്ച് കാണാമെന്ന് പറയുന്നു. എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ കേരളത്തിൽ. എല്ലാവരും സ്നേഹപരവസരമായി മതജാതികളായി നിന്നിരുന്നൊരു കാലമില്ലേ? എന്താ ഇങ്ങനെ വന്നത്? അതാ ഞാൻ പറഞ്ഞത്, RSSന്റെ സ്വാധീനം ഭിന്നതയുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റി. അത് അവനാണ്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ് എന്തെല്ലാം കുറവുണ്ടെങ്കിൽ അതൊരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. അത് കുറവുണ്ട്. അവരാണ് BJP ഇങ്ങനെയൊക്കെ വളർത്തിയെടുത്തത്. അവര് മര്യാദയ്ക്ക് ആയിരുന്നെങ്കിൽ ഈ ഇന്ത്യ ഇങ്ങനെ ആവുമായിരുന്നില്ല. ഇന്ത്യയിലെല്ലാം അവരുടെ കയ്യിലല്ലേ ഇരുന്നു. മതന്യൂനപക്ഷങ്ങൾ അവരുടെ കയ്യിൽ, അപ്പർ ക്ലാസും മിഡിൽ ക്ലാസും അവരുടെ കയ്യിൽ, പട്ടികജാതിക്കാർ അവരുടെ കയ്യിൽ, എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിൽ, ഇന്ത്യ അവരുടെ കയ്യിൽ. എങ്ങനെയാ പോയത്? ബോധമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നും. നമ്മൾ കാരണന്മാരെ പറയില്ലേ, ബോധമില്ലാത്തവന്റെ മുതൽ ആരാ തിന്ന? നാണമില്ലാത്തവൻ തിന്നും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. നെഹ്റു പാർലമെന്റിലേക്ക് കടന്നു വന്ന മുട്ടുസൂചി വീണു. അത് ശബ്ദം പോലും കേൾക്കാൻ പറ്റും, മുട്ടുസൂചി വീണ. അത്രയേറെ പ്രഗത്ഭമതിയായ ഒരു മനുഷ്യന്റെ പേരാ ജവഹർലാൽ നെഹ്റു. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടല്ല നെഹ്റു. രണ്ടുപേരും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങളെ എല്ലാവരും എന്ന് പറയാം. എത്ര വലിയ മനുഷ്യനാണ്. ഒരു മകൾക്ക് കത്തയച്ചത്, അച്ഛൻ മകൾക്ക് അയച്ച കത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് വായിച്ചാൽ മനസ്സിലാവൂല. 10-11 വയസ്സുള്ള മകൾക്ക് ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ കിടക്കുന്ന നെഹ്റു കത്തയച്ചതാണ്. അതായത്, മകളെ പ്രിയദർശിനി, നീ ഭാഗ്യവതിയാണ് മകളെ. എന്താ ഭാഗ്യവതി? എന്താ ഭാഗ്യം? എന്റെ മോളായിട്ട് ജനിച്ചുകൊണ്ട് ഭാഗ്യം എന്നാ ഇപ്പൊ നമ്മൾ പറയാ. നീ എന്റെ മോളായി ജനിച്ചത് നിന്റെ ഭാഗ്യം, അതുമല്ല. നീ എന്താ ഭാഗ്യവതി? നീ സോവിയറ്റ് യൂണിയനിൽ വിപ്ലവം നടന്ന് അധികാരത്തിൽ കയറിയ ദിവസമാണല്ലോ മകളെ നിന്നെ പ്രസവിച്ചത്. ഇവിടുന്ന് തുടങ്ങണേ നോക്കുന്നു. പിന്നെയോ, അദ്ദേഹം കഥത്തിന്റെയോ ഭൂതത്തിന്റെയോ പാച്ചുവും ഗോപാലിന്റെയോ കഥയാണോ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ കഥ എന്ന് പറയുന്നത് ആകാശം, ഭൂമി, ഇടിമിന്നൽ, പുഴ, പൂവ്, അതെല്ലാം എങ്ങനെ സംക്രമിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത്. അറിയൂ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഏത് PSC ചോദ്യം ചോദിച്ചാലും ഉത്തരം ശരിയായിരിക്കും. ഒരാളുടെയും സഹായമില്ല. ഒറ്റയ്ക്ക് രാത്രി ഇരുന്ന് എഴുതിയതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇത്ര വലിയ മനുഷ്യനാണ്. അല്ലാണ്ട് സതീശനല്ല, രാഹുൽ മാങ്കൂട്ടമല്ല, സണ്ണി തോമസ് അല്ല ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന എന്താ കാര്യം? അപ്പൊ കോൺഗ്രസ് നിന്റെ കയ്യിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അതപ്പതിച്ചു. നീ ഇന്ദിരാഗാന്ധിയുടെ കാലം കഴിഞ്ഞു, രാജീവ് ഗാന്ധിക്ക് വേറെ വിവരമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ കാലം കഴിഞ്ഞു വന്ന നരസിംഹറാവുവിന്റെ ഭരണകാലം മുതൽ അതപ്പതിച്ചില്ലേ? 92 ഡിസംബർ മാസം 6-ാം തീയതി ആ ബാബറി പള്ളി പൊളിക്കാതെ നോക്കി ഇനി RSS വളരൂ. നീ പൊളിച്ചാൽ തന്നെ അവരുടെ പേരിൽ നോൺ വയലബിൾ KCR ചെയ്ത് ജയിലിലിട്ടെങ്കിൽ അവര് വളരൂ. ജയിലിട്ടോ? നിങ്ങള് KCR ചെയ്തോ? ഗൗരവമായി നിലപാട് സ്വീകരിച്ചോ? ഇല്ലല്ലോ. അപ്പോ RSSന് മനസ്സിലായി എങ്ങനെ ഈ കോൺഗ്രസ് ഇമ്രാന്റെ വെളിച്ചത്തിൽ വാര്യരുടെ അത്താഴം നടത്താം. വെളിച്ചം ഇമ്രാന്റെ, അത്താഴം വാര്യരുടെ. അങ്ങനെ വാര്യരുടെ അത്താഴം നടത്താം. ഇത് എങ്ങനെ? 92 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി പള്ളി പൊളിക്കാൻ സമയം കിട്ടിയ അതേ RSS അവർക്ക് ഇന്ത്യയിൽ വളരാൻ വേണ്ടി അവരുണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഇന്ത്യയെ വേർതിരിച്ചു. മുസൽമാനെ ഓടിച്ചിട്ട് കൊന്നു. ഇന്ത്യ ചരിത്രത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി 4 തവണ പ്രസിഡന്റായ ആളുടെ പേരാ മൗലാന അബ്ദുൽ കലാം ആസാദ്.
ഒരു തവണയില്ല. മഹാത്മാഗാന്ധി പോലും ഒരു തവണയായുള്ളൂ, ജവഹർലാൽ നെഹ്റു ഒരു തവണയായുള്ളൂ. പക്ഷെ ഐക്യകണ്ഠേന 4 തവണ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. എത്ര മഹത്തായ മനുഷ്യനാണ് അദ്ദേഹം. സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ഇവരെല്ലാം ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അല്ലേ? എങ്ങനെയാണ് ഈ മുസൽമാനെ ആക്രമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? എന്താ മുസൽമാന്റെ പേരിൽ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ ഭരണഘടനാനുസൃതമായ ആനുകൂല്യങ്ങൾ മാത്രമേ മുസൽമാന് കിട്ടുന്നുള്ളൂ, ക്രിസ്ത്യാനിക്ക് കിട്ടുന്നുള്ളൂ, പട്ടികജാതിക്കാരന് കിട്ടുന്നുള്ളൂ. കൂടുതൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? പട്ടികജാതിക്കാരന്, മുസൽമാന് കൊടുക്കുന്നുണ്ടോ കൂടുതൽ എന്തെങ്കിലും? അംബേദ്കറും നെഹ്റുവും കൂടി എഴുതി വെച്ച ഭരണഘടനയുടെ ഉള്ളടക്കത്തിലാണ് ഇവർക്ക് കിട്ടുന്നത്. അതിന് നമ്മള് അവരെ ആക്രമിക്കുകയാണോ ചെയ്യുന്നത്? മുണ്ടെടുത്തോണ്ട് കൊടുക്കുന്ന മഹാപാപാണോ? അപ്പൊ തമിഴന്മാര് മുഴുവൻ മുണ്ടെടുത്തോണ്ടാണ് കൊടുക്കുന്നത്, അവരെല്ലാം കൊല്ലണ്ട വരുമോ? ഒരു തട്ടം വിട്ടാൽ കുഴപ്പമാണോ? പറഞ്ഞിട്ടാൽ കുഴപ്പമാണോ? അവരെ ഇഷ്ടമല്ലേ? ഒരു ഹിന്ദു സ്ത്രീ പൊട്ടിന് മുകളിൽ പൊട്ടുന്നുണ്ടെന്ന് തെറ്റാണോ? അത് അവരെ ഇഷ്ടമല്ലേ? ക്രിസ്ത്യാനി അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് തെറ്റാണോ? അപ്പൊ നമ്മുടെ രാജ്യത്ത് എന്താ ഉണ്ടാക്കുന്നത്? RSS പതുക്കെ ഇസ്ലാമിനെ ആക്രമിക്കുക. ഇപ്പൊ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 74 ലക്ഷം പേരുടെ വോട്ടിൽ വെട്ടിക്കളഞ്ഞത്. 74 ലക്ഷം പേരുടെ വോട്ട് വെട്ടിക്കളഞ്ഞാൽ 100 സീറ്റ് നോക്കും. തോറ്റില്ല നമ്മള്. കോൺഗ്രസും തോറ്റു, RJDയും തോറ്റു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 11 സീറ്റ് ഉണ്ടായി പണ്ട്. അത് എത്രയായി? 4 ചുരുങ്ങി. അപ്പൊ ആരുടെ വോട്ടൊക്കെയാ പോയത്? RJDയുടെ വോട്ടും പോയി, കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും പോയി, കോൺഗ്രസിന്റെ വോട്ടും പോയി. ആർക്കാ കിട്ടിയത്? ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം കിട്ടിയത് ആർക്കാ? BJPക്കാണ്. ആ BJPക്ക് ഗുണം കിട്ടുന്ന 74 ലക്ഷം വോട്ട് വെട്ടിക്കളഞ്ഞുണ്ടാ. ആസാമിൽ 2 ലക്ഷത്തോളം വരുന്ന ആള് 20 ലക്ഷത്തോളം വരുന്ന മുസൽമാനെ പുറത്താക്കിയില്ലേ? അവർക്ക് ഒരു വേലി ഉണ്ടാക്കി അതിനകത്താക്കി. ആരെയാ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിന്റെ കുടുംബക്കാരടക്കം ഇന്ത്യയിൽ നിന്ന് വിദേശിയായി മാറി. ഭാവി എവിടേക്കാ പോകുന്നത്? ഇന്ത്യയിലെ മുസൽമാൻ പൗരരല്ലാത്ത മുസൽമാനായി മാറും. ഇന്ത്യയിലെ മുസൽമാൻ ഇനി മുതൽ ഇന്ത്യൻ പൗരരല്ല, വെറുതെ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബംഗാളിയായിട്ട് ജീവിക്കുന്നില്ല, കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരെ പോലെ ജീവിക്കാം. അത്തരം ഭീകരാന്തരീക്ഷമാണ് വരുന്നത്. ഇപ്പൊ കേരളത്തിലും പറയുന്നത് എന്താ? 50 ലക്ഷത്തോളം വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് കേരളത്തിലുണ്ടെന്ന്. എവിടുന്നാണത്? ആരാ പറയുന്നത്? കേന്ദ്രമന്ത്രിയാണ്. എന്തിനാ പറയുന്നത്? ഈ 50 ലക്ഷത്തോളം ആധാർ കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ വോട്ടൊക്കെ വെട്ടാനാണ്. വെട്ടിക്കളഞ്ഞ് നമ്മള് വരുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക അവസാനം നോക്കുമ്പോഴാണ് നമ്മുടെ പേരില്ലാതെ വരാൻ പോവാണ്. അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പേരിൽ വരില്ലേ? RSS സമഗ്രമായ ഇതിനെ എതിർക്കുന്നത് എവിടെയെങ്കിലും സ്റ്റേറ്റിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എതിർക്കുന്നുണ്ട്, കർണാടകത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി എതിർക്കുന്നുണ്ട്, ഇപ്പുറത്ത് കിടന്ന ആന്ധ്രയിൽ എതിർക്കുന്നില്ല. പിന്നെ കേരളമാണ്. ഈ കേരളത്തിന്റെ എതിർപ്പിനെയാണ് അവർക്ക് പേടിയെന്ന് പറയുന്നത്. അപ്പൊ പേടിക്കുന്നവനെ കൊല്ലുക, തന്നെ പേടിപ്പിക്കുന്നവനെ രാത്രി പട്ടിട്ട് കൊല്ലുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ നോക്കുകയാണ്. അതല്ലേ 10 കൊല്ലമായിട്ട് നമുക്ക് തരേണ്ട 1,74,000 കോടി തന്നിട്ടില്ലയോ? പണമുണ്ടോ? പൈസയില്ലാതെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും വല്ലതും കുറയ്ക്കുന്നുണ്ടോ? ഗവൺമെന്റ് വല്ലതും കുറയ്ക്കുന്നുണ്ടോ? പെൻഷൻ കൂട്ടല്ലേ ചെയ്തത്? അല്ല, ആകെ വരുമാന കുറവാണ്. പണ്ട് AK മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പറഞ്ഞ പോലെ എല്ലാവരും മുണ്ട് മുറുക്കി ഉടുക്കണം, അതേമാതിരി എല്ലാ ചെലവും ചുരുക്കണം എന്ന് പറഞ്ഞു. ഗവൺമെന്റ് എന്താ പറഞ്ഞത്? പട്ടിണി വരുമ്പോ പാവപ്പെട്ടവനാണ് കൂടുതൽ പട്ടിണി വരിക, അതുകൊണ്ട് അവന്റെ പെൻഷൻ 1,600 2,000 ആക്കണം. ദുരിതം വന്ന ഈ പാചക തൊഴിലാളികൾ, സ്കൂളിലെ ഉപ്പുമാവും കഞ്ഞിയും ഉണ്ടാകുന്ന പാവങ്ങൾക്കാണ് പ്രയാസം വരിക, അവരുടെ 1000 കൂട്ടണം. വിഷമം വന്നാൽ അംഗനവാടി ടീച്ചർക്കാണ് പ്രശ്നം, അവർക്ക് 1000 കൂട്ടി. പ്രയാസം വന്നാൽ പിന്നെ ഉണ്ടാവുന്നത് ആശാവർക്കർമാർക്കാണ്, അവർക്ക് 1000. വേറൊരു സാധനം ആരും പുറത്തു പറയാത്തൊരു സാധനമുണ്ട്. എന്താ? IT മേഖലയിൽ പഠിച്ചവർ ഉൾപ്പെടെയുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു ജോലി കണ്ടെത്തുന്ന സമയം വരെ അവരുടെ വരുമാനത്തിന്, അവരുടെ ചെലവിന്, അപ്ലിക്കേഷന് 1000 രൂപ. ഞാൻ ഒരുപാട് പ്രസംഗം കണ്ടു, പക്ഷെ ഇതിലൊന്നും ആരും ഇത് പറയണില്ല. ചെറുപ്പക്കാർക്ക് 1000 ഉറുപ്പിക. പിന്നെയോ 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെ വരുന്ന യെല്ലോ കാർഡും
പിങ്ക് കാർഡുമുള്ള വീടുകളിലെ പെൺകുട്ടികൾക്ക് 1000 രൂപ. അങ്ങനെ എത്ര പേർക്ക് കേരളത്തിൽ കിട്ടാന്നറിയോ നിങ്ങൾക്ക്? 3.25 ലക്ഷം. 3,25,000 പെൺകുട്ടികൾക്ക് അവർക്ക് ഒരു കാര്യവും അറിയാതെ ഒന്നും ചെയ്യാതെ 1000 രൂപ. ഇങ്ങനൊരു ഗവൺമെന്റ് എവിടെയാ ഉള്ളത്? എന്തിനാ ഈ ഗവൺമെന്റ് ഇതൊക്കെ ചെയ്യുന്നത്? അടുത്ത വോട്ട് കിട്ടാനാണോ? വോട്ട് കിട്ടാനാണെങ്കിൽ അപ്പം ചെയ്താൽ പോരെ, അടുത്ത നിയമസഭ ചെയ്താൽ പോരെ. ഇനി നിയമസഭയാവുമ്പോഴേക്കും പിന്നെ ഈ ജനുവരിയിൽ ബഡ്ജറ്റ് ആരംഭിക്കും. ജനുവരിയിൽ അപ്പൊ കാണാൻ കോൺഗ്രസ് ആ ബഡ്ജറ്റിൽ നിങ്ങളെ കൈകാര്യം ചെയ്യും. എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് വന്ന് വാക്കത്തേക്കൊന്നും പറ്റില്ല. പെൻഷനൊക്കെ ആണ് വർദ്ധിക്കണം. ഒരുപാട് പെൻഷൻ വർദ്ധിക്കും. 5000 ആവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായാലും 2500 ആവും. 2500 രൂപ പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പെൻഷൻ ആകുന്നതോടുകൂടി ഈ ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിന്റെ 40% പാവങ്ങൾ കൊടുക്കുക. കേരളത്തിന്റെ ആകെ സമ്പത്തിന്റെ 40% പാവങ്ങൾക്ക്, 15% ആരോഗ്യ പരിപാലനത്തിന്, 20% റോഡ് നന്നാക്കുന്നതിന്, ബാക്കിയുള്ളതെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിനും അതേമാതിരി അവൻ റിട്ടയർ ചെയ്തവർക്ക് പെൻഷനും. വരുമാനം വല്ലതുണ്ടോ? ഞാൻ പറയുന്നത് ഈ ബാലഗോപാൽ എന്ന് പറഞ്ഞ മന്ത്രിയാണ് ഈ കേരള മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രി. എന്നാ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങളൊരു സഹപ്രവർത്തകരായതുകൊണ്ടല്ല. എന്താ കാര്യം എന്നറിയോ? നിങ്ങൾ നോക്കുക, മന്ത്രി എവിടെയെങ്കിലും പ്രസംഗിക്കാനൊക്കെ പോകണം നിങ്ങൾ കണ്ടുണ്ടോ? ശശിധരനെ പോലെ എനിക്ക് പിന്നെ മറ്റേ ഒന്നുമില്ലാത്ത എവിടെയും പോയി പ്രസംഗിക്കാതെ വേറെ. ശശിധരനെ പോലെയല്ല ബാലഗോപാൽ എന്ന് പറയുന്ന പ്രസംഗമൊന്നുമില്ല. പകരമോ എവിടുന്നാണ് വരുമാനം, എവിടെയാണ് ചെലവാകൽ? എല്ലാ ദിവസവും സെക്രട്ടേറിയറ്റിൽ, ഓഫീസിൽ സ്വർണ്ണ കമ്പനിക്കാര് എത്ര പൈസ തരാണ്ട് എഴുതുന്നു. KSEBയിൽ പൈസ അടയ്ക്കാത്തവർ എത്ര പേരാണ് എഴുതുന്നു. അതേമാതിരി തന്നെ ബില്ലടയ്ക്കാത്തവർ എത്ര പേരാണ്, പണക്കാരെ എത്ര പേരാണ്, പാവങ്ങൾ എത്ര പേരാണ് എഴുതുന്നു. അവരെ നികുതി പിരിക്കുന്നു. അവരെ നികുതി പിരിക്കുമ്പോ നികുതി പിരിവ് എത്ര ശതമാനം വർദ്ധിച്ചെന്നറിയോ? ഐസക്കിന് പോലും കഴിയാത്ത ഞാൻ പറഞ്ഞത്. നമ്മൾ ഐസക്കിനെയല്ലേ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ധനകാര്യമന്ത്രി ഇത് കണ്ടത്? അല്ല, ഐസക്കിന് പോലും കഴിയാത്ത കാര്യമാണ് ബാലഗോപാൽ ചെയ്യുന്നത്. എങ്ങനെയാണ് വരുമാനം, എങ്ങനെയാണ് ചെലവ്, എവിടുന്നാണ് ഈ പണം കണ്ടെത്തേണ്ടത്, അത് കർക്കശമായി കണ്ടുപിടിക്കുക. ആ കർക്കശമായ കണ്ടുപിടിക്കൽ ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലമായി കേരളത്തിൽ എവിടെയെങ്കിലും പവർ കട്ടുണ്ടോ? ലോഡ് ഷെഡിംഗ് ഉണ്ടോ? ഇപ്പോ 10 വയസ്സായ കുട്ടിയോട് കറണ്ട് പോവാറുണ്ടോ? വീട്ടിലില്ല. 60 വയസ്സായ നമുക്കറിയാം എത്ര പ്രാവശ്യം ഇരുട്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. 10 വയസ്സായ കുട്ടിക്ക് എന്താ പവർ കട്ട് അറിയില്ല, ലോഡ് ഷെഡിംഗ് അറിയില്ല. അവര് ജീവിതം എങ്ങനെയാ മാറിയത്? എങ്ങനെയാണ് ഈ കേരളം എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? അതിനും ഒരു ബിഗ് സല്യൂട്ട് മുസൽമാന് കൊടുക്കണം കേട്ടോ. അത് വേറെ. ഈ കേരളം ഇങ്ങനെ മാറിയതിനൊരു ബിഗ് സല്യൂട്ട് അവന് കൊടുക്കണം. ഞാൻ RSSകാരോട് പറയാ, നിങ്ങൾ എന്നിട്ട് തന്നെ പറഞ്ഞോ എന്തിനാ ബിഗ് സല്യൂട്ട്? എടാ, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പണം കിട്ടിയതാണ് ഈ കേരളത്തിലെ വളർച്ചയുടെ ആദ്യഘട്ടം. മനസ്സിലായ? എവിടെന്ന്? ദുബായ്, മസ്കറ്റ്, ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് പോയി അവിടെ പണിയെടുത്ത്, ചെറുതും വലുതുമായ പണിയെടുത്ത് അവര് കേരളത്തിൽ ഉണ്ടാക്കിയതാണ് ഈ വലുതെല്ലാം. അവിടെ നിന്നാണ് ഈ പൈസ വന്നത്. ആ പൈസ വന്നില്ലെങ്കിൽ എന്താകും കേരളം? നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജും VCR ഒക്കെ മേടിക്കാൻ തുടങ്ങണം എങ്ങനെയാ? ഇവിടുന്ന് അവനാണ് ആദ്യം തുടങ്ങിയത്. നമ്മൾ ഈ തണുപ്പങ്ങനെ തുറക്കുമ്പോ തണുക്ക്, അടക്കുമ്പോ തണുപ്പ് കണ്ടത് എങ്ങനെയാ? ആണ് ഞാൻ പറഞ്ഞത്, അവന്റെ പണം. ഇസ്ലാമിലെ ജനങ്ങൾ, അവര് അറബികൾ എന്ന് പറയുന്ന പണിയെടുക്കാൻ മടിയുള്ളവരുണ്ട്, അവരെല്ലാവരും വിളിച്ച് പണിയെടുപ്പിച്ചു. അപ്പോ നമ്മുടെ രാജ്യത്ത് കോടാനുകോടി, ദശകോടി എന്നൊന്നല്ല, ഏതാണ്ട് 10-26 ലക്ഷം കോടി ഉറുപ്പികയാണ് കേരളത്തേക്ക് ഒഴുകിയെത്തിയത്. അതിന്മേണ് കേരളം നിന്നത്. പിന്നെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകളുടെ മെച്ചമാണ്. ഞങ്ങൾ കർക്കശമായി നിലപാട് സ്വീകരിച്ചതാണ്. വിശദാംശങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. കാരണം നിങ്ങൾ 4 മണി വരെ വന്നിരിക്കുന്നവരെ ഈ ദുഷ്ടനെ കൊണ്ട് ഇനി എന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിൽക്കുക അല്ലേ? അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി വല്ല പാമ്പിനെ സ്റ്റേജിലേക്ക് വിടേണ്ട വരും. മിടുക്കനായ പ്രാസംഗിനാണെങ്കിൽ പാമ്പിനെ വിട്ട് അയാളെ അതിന്റെ തലയ്ക്ക് ചവിട്ടി പിടിച്ച് വീണ്ടും പ്രസംഗിക്കും.
അങ്ങനെ കുഴപ്പമില്ല. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പ്രസംഗിച്ചില്ല. പക്ഷേ ഈ കേരളമായതിന്റെ കാരണം ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളുമാണ്. കാരണം ഞങ്ങളുടെ മുൻഗാമികൾ നവോത്ഥാന നായകന്മാർ. അവരാരായിരുന്നു? അയ്യാവൈകുണ്ഠസ്വാമിയെ പോലെ, നാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെ പോലെ, ചട്ടമ്പിസ്വാമികളെ പോലെ, വാഗ്ബടാനന്ദനെ പോലെ, മന്നത്ത് പത്മനാഭനെ പോലെ. മന്നത്ത് പത്മനാഭനൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന ആളല്ലോ. മന്നത്ത് പത്മനാഭനല്ല സുകുമാരൻ നായർ, രണ്ടും വേറെ. ഒന്ന് ഉപ്പും ഒന്ന് ഉപ്പിലിട്ടതുമാണ്, അത് വേറെ. മന്നത്ത് പത്മനാഭൻ ചങ്ങനാശ്ശേരി താലൂക്ക് സമ്മേളനം നടത്തി നായർ സ്ത്രീകളോട് ജാക്കറ്റ് ധരിക്കാൻ ഉറക്കെ പ്രഖ്യാപിച്ച ആള് മന്നത്ത് പത്മനാഭനാണ് സംബന്ധം നിർത്തിയത്. സംബന്ധം നമ്പൂരിയിലെ മൂത്തവൻ വേളി, താഴെയുള്ളവരെല്ലാം സംബന്ധം. വേളിയ കഴിക്കുന്നവന് അവന്റെ മക്കൾക്ക് ആ മനക്കിൽ താമസിക്കാം. സംബന്ധക്കാരിലെ കുട്ടികൾ പഠിക്കാൻ പോലും വരാൻ പാടില്ല. അങ്ങനെ സംബന്ധത്തിന് മന്നത്തിന്റെ വീട്ടിൽ വന്നവരെ കല്ലെറിഞ്ഞ് ഓടിച്ച ആളായി മന്നത്ത് പത്മനാഭൻ. വലിയ മനുഷ്യനാണ്. അതിനേക്കാൾ വലിയ മനുഷ്യനാണ് നാരായണ ഗുരു, അല്ലെ? നാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ എനിക്കറിയാം. ആശ്രമത്തില് ഒരിക്കൽ മന്നത്ത് പത്മനാഭൻ ഇങ്ങനെ നാരായണ ഗുരുവിനെ വലംപിക്കുന്നുണ്ട്. ഞാൻ ദേഷ്യം കൊണ്ടൊന്നും പറഞ്ഞല്ല, വലംപിക്കും. അപ്പൊ നാരായണ ഗുരു ചോദിക്കും, എന്തിനാ പത്മനാഭ എന്നെ വലംപിക്കുന്നത്? അപ്പൊ ഗുരുദേവൻ മന്നം പറയും, ഞാൻ നിങ്ങളുള്ള ബഹുമാനം കൊണ്ട് വലം വെച്ചതാണ്. എന്ത് വൃത്തികേടാണ് പത്മനാഭ നിങ്ങൾ കാണിക്കുന്നത്? ഇത് നോക്കൂ, അവരുടെ വലുപ്പം എന്ന് പറയുന്നത് ഈ വലുത് തന്നെയാണ് എപ്പോഴും. പണ്ട് തൃശ്ശൂര് CPM പൊതുയോഗം നടന്നുകൊണ്ടിരിക്കുമ്പോ EMS പ്രസംഗിക്കും. അപ്പൊ താഴെ EMSന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴെ ഇരിക്കുന്ന EMSിലേക്ക് മിടുക്കന്മാരായിരിക്കും. അച്യുത മേനോൻ, സുമാർ അഴീക്കോട്, പൗലോസ് മാർ പൗലോസ്, VV രാഘവൻ, MN വിജയൻ മാഷ് തുടങ്ങിയവരാണ് ശ്രോതാക്കൾ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ EMS ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന CPM പൊതുയോഗമാണ്. അപ്പൊ EMS മേനോൻ ഇങ്ങോട്ട് വരൂ, അച്യുത മേനോനോട്. ശ്രോതാവാണ്. അച്യുത മേനോൻ സ്റ്റേജിൽ വന്നു. CPM പൊതുയോഗം. അപ്പൊ അച്യുത മേനോന്റെ വലിപ്പം എത്രയാണ്? സാധാരണഗതിയിൽ ഒരു CP അങ്ങനെ ഒരു ഇടതുപക്ഷ മുന്നണി ആവുമ്പോ ശരിയാണ്. CPM പൊതുയോഗത്തിലേക്ക് അപ്പൊ എന്താ ബന്ധം? നവോത്ഥാന നായകന്മാർ ഉണ്ടാക്കി. അവരെല്ലാം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തവരാണ്. നാരായണ ഗുരു എന്താ പറഞ്ഞത്? വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയാണ് പ്രധാനം. അയ്യങ്കാളി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അനുവാദം വേണം. പഞ്ചമിയ സ്കൂളിലെ ബെഞ്ചിലിരുത്തണം. സാധാരണ പട്ടിണിയാദിക്കാരനെ പണിയെടുപ്പിക്കാൻ മാത്രമല്ല, അവർക്ക് പഠിക്കണം. ഞങ്ങളെ പഠിപ്പിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ നെല്ല് കൊയ്യില്ല. അവരിന്ന് ആരംഭിച്ചതാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം. അവിടെ നിന്നാണ് 56 തൃശ്ശൂരിൽ ചേർന്ന CPIയുടെ സംസ്ഥാന സമ്മേളനം. അതൊരു പാർട്ടിയല്ലുള്ളൂ. ആ സംസ്ഥാന ആരാ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഇരിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിലെ വെള്ളം പറ്റി പോകും അവരുടെ പേര് പറയാൻ. എന്താ ലോകത്തിങ്ങനത്തെ ആളെ കാണില്ല. KB പത്രോസിനെ പോലെയുള്ള ആളുകൾ, അല്ലെ? KB പത്രോസ് എന്നൊക്കെ പറഞ്ഞ തിരുവിതാംകൂർ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി. വലിയ മനുഷ്യനാണ്. 6-6 അടി ഹൈറ്റ്, കാലിമലാണി, നടക്കാൻ വയ്യ. എന്നിട്ട് വെടികൊണ്ട് കിടന്നു കുറെ ദിവസം, അല്ലെ? അയാളുടെ വീട്ടിലാണ് എല്ലാ നേതാക്കന്മാരും പണ്ട് ഒളിവിൽ താമസിച്ചിരുന്നത്. KB പത്രോസിന്റെ അമ്മയുടെ പേര് അന്ന എന്നാണ്. അന്ന. EMS അന്നയെ കുറിച്ച് പറയുന്നത് ലെനിന്റെ അമ്മയുടെ ഛായയുള്ള സ്ത്രീ എന്നാണ്. അന്ന. എത്ര മക്കളാണ്? 10-11 മക്കളിൽ മൂത്തവനാണ് പത്രോസ്. ബാക്കി 10 മക്കളും ചിരട്ടയും നാഴിയും പോലെയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം ഒളിവിലിരിക്കുന്നത് പത്രോസിന്റെ വീട്ടിലാണ്. ഓരോ ദിവസം കഞ്ഞി വയ്ക്കുമ്പോ നേതാക്കന്മാര് വരും, അന്നാ എന്ന് വിളിക്കും. അപ്പൊ കഞ്ഞി കൊടുക്കും. കൊച്ചുങ്ങൾക്ക് കഞ്ഞി ഉണ്ടാവില്ല. കുട്ടികൾ കരയും. അപ്പോ അന്ന പറയും, മക്കളെ, നമ്മുടെ പാർട്ടി നേതാക്കന്മാരല്ലേ, നിങ്ങൾക്ക് നാളെ വയറ് നിറച്ച് കഞ്ഞി തരാം. നാളെ ഒരു നേതാവും വരാൻ പോണില്ല. പിറ്റേ ദിവസം വേറെ നേതാക്കന്മാർ വരും. അന്നും കഞ്ഞിയില്ല. ഏതാണ്ട് ആഴ്ചകളോളം കഞ്ഞിയില്ല. കൊച്ചുങ്ങൾ തളർന്നുറങ്ങും. പത്രോസും കണ്ണു നിറയും. അപ്പോ അമ്മ ഓരോ പെൺകുട്ടികളുടെയും മൂക്കത്ത് വിരൽ വെച്ച് നോക്കും, മരിച്ചോ എന്നറിയാൻ. ഇന്ന് പാലസ്റ്റീനിലെ കുഞ്ഞുങ്ങൾ മരിക്കണ പോലെ. കാരണം പത്രോസ്, കെ.സി. ജോർജ്, CK കുമാരപ്പണിക്കർ, TV തോമസ്, സൈമണാശാൻ, എന്താണ് അവരുടെയൊക്കെ ആളുകളെന്ന് പറഞ്ഞാൽ. പിന്നെ EMS, KPR ഗോപാലൻ, അച്യുത മേനോൻ അടങ്ങുന്ന ആൾ, AKG അടങ്ങുന്ന വേറെ താരനില.
ആ സമ്മേളനത്തിൽ വെച്ചാണ് EMS ഒരു നയരേഖ അവതരിപ്പിക്കുന്നത്, കേരളത്തിന് വേണ്ടിയ നയരേഖ. ആ നയരേഖയിൽ EMS പറയണെന്താണെന്നറിയോ? കേരളം രക്ഷപ്പെടണമെങ്കിൽ കേരളത്തെ ജാതി വ്യവസ്ഥ തകരണം. ഇങ്ങനെയാണ് 57 അധികാരത്തിൽ വന്നപ്പോ EMS ജാതി വ്യവസ്ഥയെ തകർക്കാനുള്ള സൂചി നൂലെടുക്കുകയാണ്. ആ ജാതി വ്യവസ്ഥ തകർന്നെങ്ങനെയാ? ഭൂമിയില്ലാത്ത പട്ടികജാതിക്കാരും പിന്നോക്ക വിഭാഗക്കാരനും ഭൂമി കൊടുക്കുന്നതോടെ ഈ ജാതി വ്യവസ്ഥ തകർക്കും. മാറണ എന്ന് തിരുമേനിയും പ്രമാണിയും പറയുമ്പോ മാറിയിരുന്നത് അവന്റെ ഭൂമി ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ 31 ലക്ഷം പേർക്ക് ഭൂമി കിട്ടിയപ്പോ ഈ 31 ലക്ഷവും നമ്പൂരി പറയുമ്പോ മാറാണ്ടായി. ഞാൻ എന്തിനാ മാറണ തിരുമേനി? എന്റെ പറമ്പിലല്ല ഞാൻ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ജാതി വ്യവസ്ഥ തകരാൻ തുടങ്ങി. ജാതിഭേദം മതവിദ്വേഷം ഏതും ഇല്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന മാതൃകസ്ഥാനമെന്ന് ഗുരുദേവൻ പറഞ്ഞത് നടപ്പിലാക്കാണ്. ഇതാണ്. പക്ഷെ EMSന് അറിയാമായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഭൂമിയൊക്കെ വിറ്റുപോകും. ആ തന്നവൻ തന്നെ പ്രമാണി 2 കണ്ണി പുകയിലയും ഇത്തിരി വെറ്റിലയും ഒരു 500 രൂപയും കൊടുത്ത് അത് മേടിക്കും. അറിയാം. അതുകൊണ്ട് EMS മുണ്ടശ്ശേരി മാഷോട് പറഞ്ഞു, അതിവേഗതയിൽ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാ വിദ്യാഭ്യാസ ബില്ല്. ആ വിദ്യാഭ്യാസ ബില്ല് സാർവത്രികവും സൗകര്യവുമായ വിദ്യാഭ്യാസം. അങ്ങനെ പഠിച്ചു തുടങ്ങി. പട്ടികജാതിക്കാരും വീഴവരൊന്നും പഠിക്കാൻ വന്നില്ല. അധ്യാപകരെ ഓടിച്ചിട്ട് പിടിച്ചാ കുട്ടികളെ കൊണ്ടുപോയി ഓടിച്ചു. പിന്നെയോ ആ പിടിച്ചു കൊണ്ടുപോയ കുട്ടികൾ വീണ്ടും തിരിച്ചു വന്നു. 6, 7, 8 കൊച്ചുങ്ങൾ ഉണ്ടാവും. ഒക്കെ പാടത്താണ് പണിയെ. ഭർത്താവും ഭാര്യയും കുട്ടികളും ഒക്കെ അവിടെയാണ്. താഴെയുള്ള കുട്ടിയെ നോക്കാൻ അതിനും മൂത്ത കുട്ടിയെ അവിടെ വീട്ടിൽ നിർത്തും. ചിലപ്പോ വീട്ടിൽ വരുമ്പോ 2 കൊച്ചുങ്ങളും മരിച്ചിട്ടുണ്ടാവും, വല്ല കിണറിലും വീണ്. മനസ്സിലായിട്ടോ? അങ്ങനെയല്ലേ പഴയ കാലം. അതിലൊരുവനാണ് പഠിക്കാൻ പോയി. പഠിച്ചവന് ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോ ആ കുടുംബം മാറും. കീറപ്പായ കിടന്നിരുന്ന അച്ഛൻ പറഞ്ഞിടാ, ഒരു അടുത്ത തവണ ശമ്പളം കിട്ടുമ്പോ ഒരു പായ മേടിക്കണ. പായ മേടിച്ചു. 2ാമത്തെ ശമ്പളം കിട്ടിയപ്പോ പറഞ്ഞു, എന്റെ അമ്മ ഞാൻ കല്യാണം കഴിച്ച ദിവസം ഇട്ട ജാക്കറ്റാണ്, കീറിപ്പറന്നു, ആരുമില്ല, കഴിയുമെങ്കിൽ അവൾക്കൊരു ജാക്കറ്റ്, പിന്നെ കുഞ്ഞിന്റെ താഴെയുള്ളവർക്കെല്ലാം ഒരു ട്രൗസർ മേടിക്കാമോ? മകൻ മേടിച്ചു. മകള് മേടിച്ചു. വീട് കുറച്ച് അടുങ്ങാൻ തുടങ്ങി. ടർപ്പായിൽ നിന്നും അതേമാതിരി ഓലയിൽ നിന്നൊക്കെ അവൻ പതുക്കെ മാറാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ പറഞ്ഞു, എല്ലാവരും വീട്ടിലും ടേപ്പ് റിക്കാർഡായില്ല, ഒരു റേഡിയോ മേടിക്കണ. അപ്പൊ റേഡിയോ മേടിച്ചു. പിന്നെ ടേപ്പ് റിക്കാർഡ് മേടിച്ചു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV മേടിച്ചു. പിന്നെ കളർ TV മേടിച്ചു. ലാപ്ടോപ്പും മേടിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേടിച്ചു. കേരളം എങ്ങനെയാ മാറിയത്? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ എങ്ങനെ മാറും? വിമോചന സമരം നടത്തി ആ ഗവൺമെന്റിനെ കളഞ്ഞതിനാ? ഇന്ത്യ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർ വരാതിരിക്കാനാ. ഈ അഭിപ്രായം ഇന്ത്യയിലെമ്പാടും വന്നാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ സ്വീകരിക്കും. പിന്നെ അധികാരത്തിൽ വന്ന 67 കൃഷിഭൂമി കൃഷിക്കാരന് കൊടുത്തത്. ഇന്ന് കേരളത്തെ കൃഷിക്കാർക്ക് ഭൂമി എവിടെന്നാ കിട്ടിയത്? ആകാശത്തു നിന്നാണോ? 15 ഏക്കർ വരെ ഭൂമി കിട്ടി. ആ ഭൂമി കഴിഞ്ഞു 67 ആ ഗവൺമെന്റിനെയും കളഞ്ഞു. 80 വന്നു 4-10. അതാ ഞാൻ വരുന്ന ഇരിയാസക്കണ്ടി രമേശൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അതാണ്. 4-10 നോട്ടും 5 നോട്ടും പെൻഷൻ എന്ന് ആരംഭിക്കുന്നത്? നയനാരുടെ കാലത്തല്ലേ? ഏറമ്പാലാകൃഷ്ണൻ നായനാർ. കന്നാൻ അനുകൂലിച്ചോ? നല്ലതാണ് എന്ന് നയനാരോട് പറഞ്ഞോ? കന്നാന്റെ ഭാഷ നയനാർ പെൻഷൻ പാലിക്കുമല്ല. നയനാരുടെ ഭാഷയെ പറഞ്ഞോ? കർണാടക ഈ പുകല പോലെ ഉണങ്ങിയിരിക്കുന്ന കർഷകത്തിനാളിൽ നിന്ന് ഇനി എന്ത് ഉത്പാദനമാണ് താൻ പ്രതീക്ഷിക്കുന്നത്? നയനാർ പറഞ്ഞാൽ തെറിയല്ല, ഞാൻ പറഞ്ഞാൽ തെറിയാവും. ഇതാണ് നയനാർ. മാവേലി സ്റ്റോർ ആരാ കൊണ്ടുവന്നത്? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഇന്ന് സാധനങ്ങളുടെ വില കുറഞ്ഞു നിൽക്കണം. എന്താ കേരളത്തിൽ? നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഇഡ്ഡലിയും മറ്റേ ദോശയും കഴിക്കുക. ഒരു പ്രാവശ്യം ചട്നി വിളമ്പി, സാമ്പാർ വിളമ്പി, രണ്ടാമത് വിളമ്പലിന് വേറെ കാശാണ്. കേരള ചിലവർ അത് തന്നെ വെച്ചോണ്ടിരിക്കും. ഇത്തിരി ഒരു കുഴപ്പമില്ല. കേരളത്തിന്റെ മാറ്റാൻ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ 80-ന് ശേഷം ഈ മാവേലി സ്റ്റോർ ഉള്ളത് കൊണ്ട് ചിലപ്പോ എല്ലാ സാധനവും നല്ലതായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോ നല്ല പരിപ്പുള്ളപ്പോ നല്ല കടലുണ്ടാവാൻ വഴിക്കുക.
കടല ചിലപ്പോൾ മോശമാവും, ചിലപ്പോൾ നമ്മൾ കുക്കറിലിട്ട കുക്കർ പൊട്ടിത്തെറിച്ചാലും കടല വെന്തില്ല എന്നും വരും. അതൊക്കെ നേരം അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വേവാത്ത കടലയാണ് അവിടെ മറ്റു കടയിലെ വേവുന്ന കടലയുടെ വില കുറയ്ക്കുന്നത്. ഈ വേവാത്ത കടല ഇവിടെ ഉള്ളത് കൊണ്ടാണ് ആ കടയിലെ വേവുന്ന കടലയുടെ വില കുറയ്ക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ മാമിൻ സ്റ്റോർ അടങ്ങുന്ന ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോ 80 അത് കഴിഞ്ഞു, 87 വന്നു, സാക്ഷരതാ പ്രസ്ഥാനം, ആളുകൾ എഴുത്തും വായനയും പഠിപ്പിച്ചു. ആ കാലത്തൊക്കെ എന്താ, 86 വരെ നമ്മുടെ നാട്ടിലെ വയസ്സായവർക്ക് റോട്ടിലിറങ്ങിയ ബസ്സിന്റെ കാണാൻ പറ്റില്ല. അപ്പൊ ചോദിക്കും, മോനെ ആ ബസ് എവിടേക്കാ പോണേ എന്ന് ചോദിക്കും. ചിലവര് പറഞ്ഞു കൊടുക്കും, ചിലവര് ചീത്ത പറയും, ചിലവര് മനസ്സിൽ പറയും ഈ തന്തയ്ക്ക് അവിടെ പോയിട്ട് ചാവാനാണോ ചോദിക്കും. ഏതെങ്കിലും സായിപ്പന്മാരോ സായിപ്പത്തിയോ ചോദിച്ചാൽ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. അതാണ് മലയാളിയുടെ വേറെ പ്രത്യേകത, പൊങ്ങച്ചത്തിന്റെ ആശാന്മാരാണ്. സായിപ്പിന് നമുക്കറിയുന്നെങ്കിൽ ഗോ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വണ്ടി കയറ്റി കൊടുത്ത് ഓക്കെ സാർ എന്ന് പറയും. ആ ആളുകൾ ആരെങ്കിലും ഇപ്പൊ റോഡിൽ നിങ്ങൾ വഴി ചോദിക്കുന്ന കണ്ടുണ്ടോ? ഗൂഗിൾ വന്നതിന് ശേഷം എന്നല്ല, എന്താ വഴി ചോദിക്കാത്തത്? അവർക്ക് കൃത്യമായി അറിയാവുന്ന, അക്ഷരം അറിയാവുന്ന ഏത് വണ്ടിയാ എവിടേക്കാ പോണേ. ഇതാരാ പഠിപ്പിച്ചത്? ആ ഡിവൈഎഫ്ഐക്കാരെ അരിക്കലാമ്പും കൊണ്ട് നടന്നല്ലേ ഈ സാക്ഷരത പഠിപ്പിച്ചത്. ഞാനന്ന് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയാ. ഞാനന്ന് നടക്കാത്ത സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല. അമ്മ ചോദിക്കും, നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ ഈ വിളക്കം കൊണ്ട് നടക്കണം എവിടേക്കാണ്? കോളനികളായി നടക്കും, നടന്ന് ഇരിക്കും, എന്നിട്ട് പഠിപ്പിക്കും ആളുകളെ. ഏത് തറ പന എന്ന് തുടങ്ങി പഠിപ്പിക്കും. പിന്നല്ലേ കേരളത്തിലെ അക്ഷരജ്ഞാനം ഉണ്ടായത്. ആ ഗവൺമെന്റ് പോയി, 4 കൊല്ലം കഴിഞ്ഞപ്പോ ഗവൺമെന്റ് പോയി. പിന്നെ വന്ന ഗവൺമെന്റാണ് 96 ഗവൺമെന്റ്. ആ 96 ഗവൺമെന്റ് വരുന്നതിനേക്കാൾ മുമ്പ് തൃശ്ശൂരിൽ ചേർന്ന സെമിനാർ EMS തന്നെയാണ് ഉദ്ഘാടനം ചെയ്യും. EMS ആ സെമിനാറിൽ പറഞ്ഞെന്താ, ഗ്ലോബലൈസേഷൻ കേരളത്തെ വല്ലാതെ തകർത്തിരിക്കുന്നു, അതുകൊണ്ട് എന്ത് വേണം, അധികാരം താഴേക്ക് കൊടുക്കണം, 40% അധികാരം പമ്പ് ചെയ്യണം. ആ വാക്കാണ്, പമ്പ് ചെയ്യണം. കേരളം എങ്ങനെയാ ഈ സ്ത്രീ ശാക്തീകരണം ഉണ്ടായത്? ഇങ്ങനെയാ പഞ്ചായത്ത് പ്രസിഡന്റുമാര് സ്ത്രീകൾ വന്നത്? എങ്ങനെയാ പഞ്ചായത്ത് മെമ്പർ സ്ത്രീകൾ വന്നത്? പണ്ട് ഏതെങ്കിലും പാർട്ടി സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുമോ? നമ്മളും മോശമായിരുന്നില്ല. തോൽക്കണം 2 സീറ്റ് കൊടുക്കും, 16-ാം വാർഡും 19-ാം വാർഡും അവർക്ക് കൊടുക്കണം. എന്നാൽ ഒരിക്കലും ജയിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയല്ല, 40 വാർഡുണ്ടെങ്കിൽ 21 വാർഡ് സ്ത്രീക്ക് കൊടുത്തോളണം. ഒരു പുരുഷന്റെയും ഒരു പാർട്ടിയുടെയും സഹായം വേണ്ട, നിർത്തന ആളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതാണ് കേരളം. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അധികാര കയ്യിലെത്താണ്. നിങ്ങളൊരു 8 മണി കഴിഞ്ഞ് IT-യിൽ നിന്ന് ഒരു പെൺകുട്ടി ബൈക്ക് ഓടിച്ച് വരുമ്പോ, മോളെ എന്ത് പറ്റി, നേരം വെയിലുള്ളന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ട്? ഇപ്പോ എന്താ ചോദിക്കാത്തെ? അവള് ജോലി കഴിഞ്ഞ് വരികയാണ്, നമ്മൾ ടീച്ചറാണ്, IT ഉദ്യോഗസ്ഥയാണ്. അവള് സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന കുട്ടിയാണ്. സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന കുട്ടിക്കും അതേമാതിരി ഈ കോളേജിലെ പ്രൊഫസർക്ക് എന്തെങ്കിലും തരംതിരിവുണ്ടോ? അപ്പൊ കേരളത്തിൽ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന കുട്ടിക്കും അതേമാതിരി IT മേഖലയിൽ നിൽക്കുന്ന കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും വേർതിരിവുണ്ടോ? അങ്ങനെയാ മാറിയത്. ദൈവം വന്നുണ്ടാക്കിയതാ. ആദ്യം ചിരിച്ച സാധനമാണ് മറ്റേ അച്ചാറ്, അതേമാതിരി പപ്പടവട, ഇതൊക്കെയാണ് കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കിയത്. കുറെ അവരെന്നെ തിന്ന് തീർന്നു. പിന്നെ ബാക്കിയുള്ളതെല്ലാം അവരുണ്ടാക്കി കുറച്ച് വലുതായപ്പോ എന്തെന്ന് വെച്ചാൽ അത് കച്ചവടം ചെയ്യാൻ തുടങ്ങി, ബിസിനസ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓണം ഫെയറിലെ ഏറ്റവും കൂടുതൽ തിരക്ക് എവിടെയാണ്? ഓണം ബിസിനസ് വരുമ്പോ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ മേടിക്കാനാണ് ആള്. ഇന്ത്യയിൽ എവിടെയെങ്കിലും കുടുംബശ്രീ ഉണ്ടോ? കുടുംബം ഇല്ലാണ്ടാണോ കുടുംബശ്രീ ഇല്ലാണ്ടത്? അതിന്റെ പിന്നിലൊക്കെ ഐസക്കൊക്കെ ഉണ്ട്. ഐസക്കുണ്ട്, നയനാരുണ്ട്, EMS ഉണ്ട്. ഏതെങ്കിലും CDSന്റെ ഓഫീസിൽ നിങ്ങൾക്കൊരു പടം വെക്കണമെന്ന് തോന്നിയാൽ ആ പടം വെക്കേണ്ട ആദ്യത്തെ പടം EMSന്റെയാണ്. എന്താ കാര്യം? അദ്ദേഹമാണ് അധികാരം കൊടുത്തത്. അപ്പൊ IASകാര് IPSകാരും മന്ത്രിമാർക്കൊന്നും ഇഷ്ടമായില്ല ഈ അധികാരം താഴെ കൊടുക്കാൻ. EMSന്റെ ശാഠ്യം കൊടുത്തേ മതിയാകൂ. അപ്പൊ IAS ഉദ്യോഗസ്ഥന്മാരും ഈ അണ്ടൻ മടങ്ങുകൊണ്ടൊക്കെ അധികാരം കൊടുക്കണോ EMS? EMS ചോദിച്ചു, താൻ ആരാ അവരെ അണ്ടൻ അടങ്ങുമെന്ന് പറയാൻ? അധികാരം അവരുടെ കയ്യിൽ വേണം. അവർക്ക് പച്ചമഷിക്ക് ഒപ്പിടാൻ കഴിയണം പഞ്ചായത്ത് പ്രസിഡന്റിന്. പഞ്ചായത്ത് പ്രസിഡന്റ് പച്ചമഷിക്ക് ഒപ്പിടുന്ന ആ ഒപ്പ് മാറ്റാൻ കലക്ടർക്ക് കഴിയുന്നു.
കോർപ്പറേഷന്റെ മേയർ ഒറ്റ സീൽ അങ്ങോട്ട് വെച്ചാണ്ടല്ലോ, വട്ടസീല്. അത് അധികാരത്തിന്റെ സീല. അതിനെ മോളിക്കൂടെ അയാൾ ആണായാലും പെണ്ണായാലും ഒരു ഒപ്പിട്ടാണ്ടല്ലോ, ഒരു മന്ത്രിക്കും പിന്നെ തൊടാൻ പറ്റില്ല. അതാണ് അധികാരം. ആ അധികാരം എങ്ങനെ ഉണ്ടായി? കുടുംബശ്രീ വഴി എങ്ങനെ ഉണ്ടായി? സ്ത്രീ ശാക്തീകരണം എങ്ങനെ ഉണ്ടായി? സ്ത്രീകൾ എങ്ങനെ മുന്നോട്ട് വന്നു? ഇനിയും മാറേണ്ടതുണ്ട്. ഇനിയും സ്ത്രീകൾ മാറേണ്ടതുണ്ട്. പുരുഷ മേധാവിത്വമാണല്ലോ ഇപ്പോൾ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടം പുരുഷ മേധാവിത്വല്ലേ ആ പെൺകുട്ടിയോട് കാണിച്ചത്? എന്താ രാഹുൽ മാങ്കൂട്ടം ഇതുപോലത്തെ ഒരുത്തൻ? ഇങ്ങനെ വേണം മക്കളായാൽ. രാഹുൽ മാങ്കൂട്ടം പിന്നെ നിൽക്കുന്നത് മാവായതുകൊണ്ട് ഒരു പറമ്പിലാണ്. ആ പറമ്പാണ് ഈ വടകരയിൽ MP രാഹുൽ മാങ്കൂട്ടം. 74 വയസ്സായ പെൺകുട്ടി സ്ത്രീക്ക് ചാറ്റ് ചെയ്യുക അറിയില്ല. രാത്രി കാണുന്ന എല്ലാ സ്ത്രീകൾക്കും ചാറ്റ് ചെയ്യും. കൊല്ലം തുളസിക്ക് ചാറ്റ് ചെയ്തു. അപ്പൊ കൊല്ലം തുളസിയോട് ഞാൻ ആണാണ്. നിങ്ങൾ ആലോചിച്ച്, ഇതുപോലത്തെ കച്ചറകളാണോ രാഷ്ട്രീയം? എന്താ ആളുകൾ രാഷ്ട്രീയത്തിൽ വരാത്ത? ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ ആരും വരില്ല. പഴയ കാലത്ത് കോൺഗ്രസ് നല്ലതായിരുന്നു, സാമൂഹ്യ സേവനത്തിലായിരുന്നു അവരും ഉണ്ടായത്. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. സണ്ണി ജോസഫ് ആര്? ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അയാൾക്കെന്തറിയാം? അയാൾക്ക് സ്വീകരണം കൊടുത്തു കണ്ണൂരിൽ. ആ മുദ്രാവാക്യം വിളിച്ചു സുധാകരന്, സ്വീകരണം ഇയാൾക്ക്. അപ്പൊ ആ പത്രക്കാർ ചോദിച്ചു, അങ്ങേക്ക് ആരും മുദ്രാവാക്യം വിളിക്കുന്നില്ലല്ലോ, ഒക്കെ സുധാകരനാണല്ലോ. അപ്പൊ ഇയാള്, ഞാനും സുധാകരന് മുദ്രാവാക്യം വിളിച്ചാലോ എന്ന് ആലോചിച്ചതാണ്. ഇങ്ങനെയുണ്ട്. പഴയൊരു ബാലകനാഥ സിനിമയിൽ ഒന്ന് കണ്ടാ മതി എന്നൊക്കെ പറയണ പോലെ. ഇത് എന്താണ്? വേറെ ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. നിങ്ങൾ കണ്ടില്ല? ഇങ്ങനത്തെ ആളുകൾ എങ്ങനെ ഒരു വെണ്ണക്കൽ സാധനങ്ങൾ, ഒരു മമ്മി ബോഡിയുള്ള ആളുകൾ, അങ്ങനെ പറയാൻ പാടില്ല. ബോഡി ഷേമിങ് പാടില്ല. എന്നാലും എന്താണിത്? എനിക്ക് മലയാളം പറയാനും അറിയാം, മുഴുവൻ മളക്കി കൂട്ടാനും അറിയാന്ന്. എടോ, ഒരു മലയാളിക്ക് മലയാളം അറിയാന്ന് പിന്നെ പറയണോ? വെടിയും വെക്കാ പിന്നെ ഠോന്നും പറയണോ? താൻ മലയാളിയാണോ? ആണ്. എന്നാ മലയാളിയാണെങ്കിൽ പിന്നെ മലയാളം അറിയില്ലേ? പിന്നെ മുണ്ട് മടക്കി കൂത്താനൊന്നും കോച്ചിക്കാൻ പറ്റുന്ന പോണ്ട കാര്യമില്ല. അതങ്ങ് എടുത്താൽ മടക്കി വെക്കുക. അതാണ് രാജീവ് ചന്ദ്രശേഖർ, സണ്ണി ജോസഫ്, രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ. ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുരേഷ് ഗോപി, അതൊക്കെ ഭ്രാന്ത. ഒറ്റയ്ക്ക് കലങ്ങും പിന്നെ വിഷാദ കാമുകനെ പോലെ, പരീക്കുട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു എന്താ സംഭവം എന്നറിയില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, പത്രക്കാർ, എന്താ അങ്ങ് ഇങ്ങനെ വിഷാദമായിരിക്കുന്നത്? ഇന്ന് ചർച്ചയ്ക്ക് ആരും വന്നില്ല. ഇയാൾ പോയിരിക്കുന്നവിടുന്ന് ചർച്ചയ്ക്ക് ആള് വരുമോ? ഇയാൾ എന്താ ഒറ്റയ്ക്ക് കൂടിക്കൊണ്ട് നടക്കുക? പട്ടികാധികാരി ഒരു സ്ത്രീ കൈ കൊടുത്തപ്പോ പോയി പൈപ്പിൽ കൈയഴുകി കാണിച്ചു. അടുത്ത ജന്മത്തിൽ എനിക്കൊരു ബ്രാഹ്മണനാവണം എന്ന് പ്രാർത്ഥിക്കുക. എന്താണ് ഇയാള് പുറത്തേക്ക് ഇറങ്ങുമ്പോ പത്രക്കാരൻ മേരിട്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീട്ടിലെ കാര്യമേ ചോദിക്കാവൂ പത്രക്കാരോട്. ബാക്കിയുള്ളവരോടൊക്കെ എന്തും ചോദിക്കാല്ലേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്പലത്തിലെ കാര്യം മാത്രമേ ചോദിക്കാവൂ. പാർലമെന്റിൽ നിന്ന് ഇറങ്ങുമ്പോ പാർലമെന്റ് കാര്യം. പിന്നെയോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഏത് കാര്യം ചോദിക്കണം? നാണം കെട്ടവന് ഡാഷിൽ ആലും വിളിച്ചാൽ തണല, പക്ഷെ ഊഞ്ഞാലാടാൻ വേണ്ടി കയറ് തോളത്തിട്ട് നടക്കുന്ന പരമദ്രോഹിയുടെ പേരാണ് ഈ സുരേഷ് ഗോപി. മനസ്സിലായി? നടക്കുകയാണ്. അയാൾ ആദ്യകാലത്ത് SFI ആയിരുന്നു. SFI എവിടെ? SFI. പിന്നെ കോൺഗ്രസ് ആവാൻ പോയി. പീതാംബരക്കുറുപ്പ്, നിങ്ങളുടെ നാട്ടിലായിരുന്നു പീതാംബരക്കുറുപ്പ്, ഉന്നതനായ കോൺഗ്രസ് നേതാവ്. ശ്വേതാമേനോൻ വീഴാതെ നോക്കിയ ആളാ. ശ്വേതാമേനോൻ സ്റ്റേജിൽ ഇരിക്കുമ്പോ പിന്നാലെ കൈ ഇങ്ങനെ പിടിച്ച് ശ്വേതാമേനോൻ കരണക്കുറ്റിക്ക് ഒരു പടമടച്ചു. പടച്ചപ്പോ പറഞ്ഞു, അത് ദേഷ്യം കൊണ്ടല്ല, സ്നേഹവികാരമാണ് കാണിച്ചത്. അതങ്ങനെയാണ്. കോൺഗ്രസിന് പറ്റിയില്ല. കോൺഗ്രസ് പറഞ്ഞു, ഇവിടെ പറ്റില്ല. ഇവിടെ 10 തൊഴിലാളിയും അതിനേക്കാൾ 11 നേതാവുമാണ്. പറ്റില്ല. ഇപ്പൊ കോൺഗ്രസ് നോക്കി ആരാ നേതാവ്? സുധാകരനാണോ? അല്ല. രമേശ് ചെന്നിത്തലയാണോ? അല്ല. അതേമാതിരി സണ്ണി ജോസഫാണോ? അല്ല. അല്ല, മറ്റേ വേറെ ഏതെങ്കിലും നേതാവാണ്? സതീശനാണോ? അല്ല. ആരാ നിങ്ങളുടെ നേതാവ്? നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജാഥ കണ്ടില്ലേ? ഈ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുധാകരൻ ജാഥ ക്യാപ്റ്റൻ, പ്രതിപക്ഷ നേതാവും ജാഥ ക്യാപ്റ്റൻ. ഒരു പാർട്ടിക്ക് 2 ക്യാപ്റ്റൻ, 2 ഖജാൻജി.
ഇവിടെ ഗജാൻജി എന്ന് പറഞ്ഞ സാമ്പത്തികം പിടിക്കുന്ന ആളാ, അതിന് രണ്ട് പിടിക്കൂ. കോൺഗ്രസ് എങ്ങനെയായി എന്ന് പറയാനാണ് ഇതിന്റെ പത്രസമ്മേളനം, എല്ലാ ദിവസവും പത്രസമ്മേളനം. ഒരു ദിവസത്തിന് നേരം വൈകി പ്രതിപക്ഷ നേതാവ് സതീശൻ വന്നു. അപ്പൊ പത്രക്കാരൻ ചോദിച്ചു, പ്രതിപക്ഷ നേതാവിനെ കാണുന്നില്ലല്ലോ. ഓ, ആ മൈലാഞ്ചി എവിടെയാന്ന് എനിക്കറിയില്ല. സുധാകരൻ അപ്പൊ ഓടിക്കതച്ച് സതീശൻ വന്നു. അപ്പൊ സതീശനോട് പത്രക്കാരൻ ചോദിച്ചു, അങ്ങേ മൈലാഞ്ചി എന്നോ മഞ്ചാടി എന്നൊക്കെയാണ് വിളിക്കുന്നല്ലോ. അപ്പൊ സതീശന്റെ വർത്താനം, ഞങ്ങൾ അങ്ങനെയാണ്, വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇവരെ കുടുംബത്തിൽ കയറ്റാനും കൊള്ളില്ലെന്നർത്ഥം. ഇതാണ് കോൺഗ്രസ്. അതീവ ദുർബലമാണ് അതിന്റെ രാഷ്ട്രീയ ശരീരം. രാഷ്ട്രീയ ശരീരം അതീവ ദുർബലമാണ്. അവൻ 10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്നതിന്റെ എല്ലാ പ്രയാസമുണ്ട്. അവന് മാത്രം പിന്നെ ലീഗിനും പ്രയാസമുണ്ട്, RSPക്ക് ആ പ്രയാസമില്ല. കാരണം ഒരു MLA ഇല്ലല്ലോ, പേടിക്കണ്ടല്ലോ. പഞ്ചായത്ത് മെമ്പറില്ല, പ്രസിഡന്റ് ഇല്ല, ആരുമില്ല, ഒരു പേടിയില്ല. കാരണം ആരുമില്ല. ഇരുട്ടത്തെ ബുദ്ധിയില്ലാത്തവർ ഇരുട്ടത്ത് ഇറക്കാൻ പേടി. PJ ജോസഫിന് പ്രശ്നമില്ല, 2 ഗാനമേളയിൽ പോയാൽ മതി. ആരാ നിങ്ങളുടെ മുന്നണിയിൽ? UDF എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങള് ഇനി എങ്ങനെ നിങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്? ഈ അടുത്ത കാലത്ത് പറ്റുന്ന തോന്നുന്നില്ല. കാരണം എന്താ അറിയോ? അതിദാരിദ്ര്യരില്ലാതായി, പെൻഷൻ 2000 ഞാൻ നേരത്തെ പറഞ്ഞ ആനുകൂല്യങ്ങളായി, റോഡ് മുഴുവൻ റബ്ബറൈസറായി, അംഗനവാടി സ്മാർട്ടായി, ആശാമാർക്ക് ശമ്പളം കൂടി, സ്കൂളുകളിൽ പ്രിയപ്പെട്ടവരെ അത് വളരെ പ്രധാനമായി. 10,40,000 കുട്ടികൾ സ്വകാര്യ മേഖലയിൽ നിന്ന് എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിലേക്ക് പോയി. ഇനി എങ്ങനെ വരും? അപ്പോ നിങ്ങൾക്ക് ചീത്ത പറയാ. സ്പെസിഫിക്കായി ഏതെങ്കിലും മന്ത്രിയുടെ പേരിൽ അഴിമതി പറയാമോ? സ്വപ്ന സുരേഷ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വപ്ന സുരേഷ് പറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനിയാണോ? ഓ, ശബരിമലയിൽ ആരെങ്കിലും തോന്നിവാസം കാണിച്ചാ അവൻ ഈ പാർട്ടിയിലുള്ള ഞാൻ പുറത്തു പോകും, ആരായാലും. പക്ഷേ ശബരിമലയിൽ പ്രിയപ്പെട്ടവരെ കൊടുത്ത കേസ് കോടതി, വിജിലൻസ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ആണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കൊടുത്ത കേസ് എന്താ? 50 കൊല്ലമായി ശബരിമലയിൽ നടക്കുന്ന അൺപ്രോപ്പറായി നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് കോടതി ഇടപെടണം. ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ കോടതി ഇടപെടും? ഇപ്പൊ കേട്ടതൊന്നും കോടതിയാണ് എല്ലാം വരുന്നത്. ഞങ്ങൾ കോടതിയിൽ കൊടുത്തപ്പോ കോടതി പറഞ്ഞു, ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കട്ടെ. വെച്ചോ? ആന്ധ്രയെന്നാണ് വെച്ചത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ ആന്ധ്ര പോലീസാണോ? കേരള പോലീസാ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അരുതെന്ന്? പിന്നെ പോറ്റിയാരാ? പോറ്റി നിന്റെ ആളാണ്, RSSന്റെ. എന്താ RSS മിണ്ടാത്തെ? എന്താ സമരം ചെയ്യാത്തെ? നിങ്ങൾ 4 സമരം ചെയ്യേ. അപ്പൊ പോറ്റിയാണെങ്കിൽ മറ്റേയാളോ? അത് കോൺഗ്രസ് ആണ്. അതെ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്നൊരു രാഷ്ട്രീയ നിയമനം മാത്രമാണ്. അയാൾക്ക് എല്ലാ കാര്യം അറിയേണ്ടതാണ്. പക്ഷെ എല്ലാ കാര്യം അറിഞ്ഞിട്ടാണ് അത് നടക്കുന്നത്. ആരാ ഈ പണിയെല്ലാം ചെയ്യുന്നത്? ഒരു ദേവസ്വം ബോർഡിലെ ഒരു ചെയർമാനാണോ? അതിന്റെ പ്രധാന മുരാരി ബാബു. ആരായാള്? മുരാരി ബാബു എന്ന് പറയുന്നത് കോൺഗ്രസ് നിയമനമാണ്. അല്ലെ, കോൺഗ്രസ് മുരാരി ബാബുവിനെ പറയില്ല, പത്മകുമാറിനെ മാത്രം പറയുന്നത്. ഞങ്ങൾ പത്മകുമാറിനെ ന്യായീകരിക്കാനില്ല, മനസ്സിലായോ? മക്കൾ അറാം പറന്ന് പോയാൽ മയ്യത്തരച്ചു വരും. ആരായാലും അതിന്റെ പേരിൽ മാത്രം ഇപ്പോ മറ്റേ മസാല ബോണ്ട് എന്ന് പറഞ്ഞ് രണ്ട് മറ്റേ ED മസാല ബോണ്ട് തന്നെ കളവല്ല, ഞങ്ങള് വായ്പ എടുത്തതാ. നിങ്ങളെല്ലാം ഇറങ്ങും. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ അതാണല്ലോ ചെയ്തത്. അന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശൂർ ജില്ലയിലെ 6 പ്രധാനപ്പെട്ട നേതാക്കന്മാര് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാം ED ഉണ്ടായി. എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ കൺവെൻഷന് വരുമ്പോഴേക്ക് ED വരൂ, എന്റെ കാമുകിയെ വിളിക്കുന്ന പോലെ കൊണ്ടുപോകും. ഇതെന്താ? ഒന്നുമില്ല, അവിടെ കൊണ്ടിരുത്തും. 7 മണിയാകുമ്പോ പൊക്കോളാൻ പറയും. 6 മണിക്ക് കാലത്ത് തൃശൂർ ജില്ലാ ഓഫീസിൽ ഇറങ്ങുമ്പോ പത്രക്കാർ വരും, ഏഷ്യാനെറ്റ് വരും, ഷാനി പ്രഭാകർ വരും, എല്ലാവരും വരും. എന്നിട്ട് ചോദിക്കും, എങ്ങനെയുണ്ട് അന്വേഷണത്തെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? അല്ല, ഞാൻ പോണല്ലേ ഉള്ളൂ, എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വാർത്ത എങ്ങനെ കൊടുക്കുന്നത്? ഭയചകിതനായ മുഖമാണ്. ഭയചകിതൻ.
ഇങ്ങനെ പിന്നാലെ വണ്ടി, എറണാകുളത്ത് വരുന്ന വരെ അതിന്റെ പിന്നാലെ വണ്ടി. എറണാകുളത്ത് ED ആഫീസിൽ കയറിയാ പിന്നെ വീണ്ടും പോകും, പിന്നെ ED ആഫീസിൽ ഇറങ്ങുമ്പോ വീണ്ടും വരും. എന്ത് ചോദിക്കും, എങ്ങനെയുണ്ട് ഇപ്പോ MM വർഗീസിന്റെ മുഖം? അപ്പോ ചോദ്യം ചെയ്യലിൽ പരവശനാണ് വർഗീസ്. ഇടിച്ചു നടത്തും. എത്ര മനോഹരമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ED അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ED അന്വേഷണത്തിൽ 1% കേസ് തെളിയിച്ചോ നിങ്ങൾ? 1%. കൊടകര കുഴൽപ്പണമുണ്ടായി, എന്താ ED ഏറ്റെടുക്കാത്തത്? എത്ര ദശകോടികളുടെ അഴിമതിയാ നടന്നത്, എന്താ ED ഏറ്റെടുക്കാത്തത്? അപ്പൊ ED എന്ന് പറയുന്നത്, അതേമാതിരി കസ്റ്റംസ് എന്ന് പറയുന്നത്, CBI എന്ന് പറയുന്നത് ഓരോ ഗവൺമെന്റിനെയും തകർക്കാനാണ്. ആ തകർക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. വേറെ മാർഗമില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി ഞങ്ങൾ 10 വർഷം VSന്റെ ഗവൺമെന്റ് വന്നു, 5 വർഷം. പിന്നെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ 68 സീറ്റ് VSന്റെ ഗവൺമെന്റ് കിട്ടി. 68 സീറ്റ് കിട്ടാൻ 2 കൂടി കിട്ടിയ അധികാരത്തിൽ വരും. ജനം അന്ന് തന്നെ ഇടതുപക്ഷം മുന്നണിയുടെ ഒപ്പാണ്. അതതിന്റെ അർത്ഥം. അന്ന് തന്നെ ജനം ഒപ്പാണ്. പിന്നെ ഇടതുപക്ഷം മുന്നണി ഗവൺമെന്റ് വീണ്ടും വന്ന് 10 കൊല്ലായി. ഈ 10 കൊല്ലത്തിനുള്ളിൽ ആദ്യത്തെ 5 കൊല്ലൊന്നും ചെയ്യാൻ പറ്റില്ല. 2016 വരുന്നത്. 2016 നിപ വൈറസ് ആദ്യമായിട്ട് വരുന്നു. വവ്വാലുകളെ കൊല്ലാൻ തന്നെ 1 കൊല്ലം പിടിച്ചു. അത് കഴിഞ്ഞ് 2017 വന്നപ്പോ ഒക്കിയ ദുരന്തം വന്നു. 2018 വന്നപ്പോ വെള്ളപ്പൊക്കം വന്നു. 2019 കഴിഞ്ഞപ്പോ കോവിഡ് വന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. കിറ്റ് കൊടുക്കാന്നല്ലാതെ വേറെ മാർഗമില്ല. വഴി നടക്കാൻ പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. 5 വർഷം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്ന് 2021 മുതൽ 25, 26 വരെയുള്ള ഗവൺമെന്റ് ചെയ്തതെന്താ? അതാ ഞാൻ പറഞ്ഞത്, എല്ലാ റോഡുകളും നന്നായി. അപ്പോ കാര്യവട്ടം ശ്രീകാര്യൻ റോഡ് പണിയാണ്ടത് ഉണ്ടാക്കാൻ പറ്റുമോ? ആദ്യം തന്നെ റോഡ് ഉണ്ടാക്കലാണോ? അത് പണിതിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റുക. പാർവതി പാത നോക്കിയാൽ നിങ്ങൾ, ഞാൻ തൃശ്ശൂർക്കാരനാണ്. എനിക്ക് ചാവക്കാട് വരെ പോണെങ്കിൽ 2.5 കിലോമീറ്റർ വേണം, 2.5 മണിക്കൂർ. ആ സമയത്ത് ചാവക്കാട് നിന്ന് എനിക്ക് കോഴിക്കോട് എത്താൻ 3/4 മണിക്കൂർ മതി. 6 വരി പാതയാണ്. കുണ്ടനയുടെ വഴിയൊന്നും ഈ സമൂഹത്തിൽ വ്യവസായം വരാൻ പോണില്ല, ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോണില്ല, കച്ചവടം വരാൻ പോണില്ല. എല്ലാ രംഗത്തും മാറ്റമാണ്. കോഴിക്കോട് നിന്ന് മല ചുരന്ന് പോകുന്ന കൽപ്പറ്റ വഴി പോകുന്ന റോഡെന്താ? എന്താ അതിന്റെ വ്യത്യാസം? 15 മിനിറ്റ് കൊണ്ട് കോഴിക്കോട് നിന്ന് എവിടെത്താം? സുൽത്താൻ ബത്തേരിയിലെത്താം. അതല്ലേ സിദ്ദിഖ് എന്ന് പറയുന്ന MLA പറഞ്ഞത്? ആരെ? പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നപ്പോ എനിക്കെന്റെ വാപ്പ പോലെയാണ്. MLA കോൺഗ്രസ്സാണ്. ഒന്നാമത്തെ അച്ഛാ വാപ്പാന്ന് വിളിക്കുന്നതിന് പേടിക്കണം. സരിദാസ് നായർ ഉമ്മൻചാണ്ടിയെ വിളിച്ചത് അച്ഛനെ പോലെയാണ്. പിന്നെ പറഞ്ഞു വേറെ. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം വികസനത്തിന്റെ പാതയിലാണ്, നിങ്ങൾ അഴിമതിയുടെ പാതയിൽ. നിങ്ങൾ അഴിമതിയുടെ കഥയായി നടക്കാണ്, ശബരിമലയുടെ കഥയായി നടക്കാണ്, ഞങ്ങൾ വികസനത്തിന്റെ കഥയായിട്ട് നടക്കാണ്. ജനങ്ങൾ ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യുക. നിങ്ങൾ കേരളത്തെ ജനങ്ങൾ സാമാന്യ സെൻസ് ഇല്ലാത്തവരാണോ? പെട്ടെന്ന് എല്ലാ കാര്യവും മറക്കുന്നവരാണോ? നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ അറിയാത്തവരാണോ? നിങ്ങള് ഒരു കടയിൽ ചെന്നൊരു 1/4 കിലോ പഞ്ചസാര മേടിക്കാൻ പിന്നെ ആരെങ്കിലും പോകാറുണ്ടോ? ഇപ്പൊ കടയിൽ 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ. ഞാൻ 100 ഗ്രാം പഞ്ചസാരയും അതേമാതിരി 50 ഗ്രാം ചായലും മേടിക്കാൻ അമ്മ എന്നെ വിട്ടിട്ടുണ്ട്. ആരെങ്കിലുണ്ടോ? ഏതെങ്കിലും കടയിൽ അങ്ങനെ വെക്കുന്നുണ്ടോ? കേരളത്തിലെ കടകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കേരളത്തിലെ കടകളിൽ 1 കിലോയുടെ സാധനം, പരിപ്പ് 1/2 കിലോ, എല്ലാം 1 കിലോ. ഒരു പ്രദേശത്ത് 100 ആള് തിങ്ങിപ്പാർക്കിയാൽ പട്ടണത്തിൽ വന്നാൽ അതിൽ 50 ആള് പകുതി വെന്ത ചപ്പാത്തി മേടിക്കാൻ പോകുന്നവരാണ്. പകുതി വെന്ത ചപ്പാത്തി ഏതെങ്കിലും ബാലൻസ് ഇരിക്കുന്ന കടയിലുണ്ടോ? എല്ലാം ചേർന്നു. പിന്നെ ഒരു 20% ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായ സ്ഥലത്താണ്, ബീവറേജ്. തർക്കങ്ങളില്ല. ഐസ് ബാറിനെ നടന്നു പോണ പോലെ നടന്ന് ക്യൂ ആയിട്ടാണ് പോക്കുള്ളൂ. പിന്നെ ഒരു 10% ആളുകൾ 52, 66 ഭാഗ്യക്കുറി എടുക്കും. ആ ഭാഗ്യക്കുറിക്കാരെന്ന് പറയും, ഇതെടുത്തോ, ഞാൻ മാറ്റിവെച്ചതാ എനിക്ക് വേണ്ടി, എന്നാലും നിങ്ങൾക്ക് തരാന്ന് പറയും. ചാടി പറഞ്ഞ് നമ്മൾ എടുക്കും. എന്നാൽ നമുക്കൊരു ചോദ്യം ചോദിക്കാൻ, തനിക്കെടുത്തൂടെ, എന്തിനാ എന്നെ നിർബന്ധിക്കണമെന്ന് ചോദിക്കില്ല.
മലയാളി അങ്ങനെയാ പ്രത്യേകത. അത് ഒരു സിനിമയില് സലീംകുമാർ ഇങ്ങനെ അവിടെ ബിരിയാണി വിളമ്പെട്ടെന്ന് പറയും. അപ്പൊ എല്ലാരും അങ്ങോട്ട് ഓടും വെറുതെ. അപ്പൊ ഒരാൾ ചോദിക്കും എന്തിനാണോ ഇയാളെ പറ്റിക്കണേ. അപ്പൊ ബിരിയാണി വെറുതെ പറഞ്ഞ അത് സലീംകുമാർ തന്നെ പറയും അത് എങ്ങം വിളമ്പുന്നുണ്ടെങ്കിലോ എന്നിട്ട് അയാളോടും. തന്നെ മലയാളി 100 രൂപ ഈ സഹകരണ സംഘത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് 100 രൂപയാണ് കൊടുക്കുക. ചിലർ 200 രൂപ കൊടുക്കണ്ടാവും. ആ 100 രൂപ മേടിക്കാൻ 3000 രൂപയ്ക്ക് കാർ വാടകയ്ക്ക് വിളിച്ചു വരും. 3000 രൂപയ്ക്ക് എവിടെന്നാ വരുന്നത്? ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരികയാണ്, കാലത്ത് ഇറങ്ങിയതാ, ട്രാഫിക് പ്രശ്നം, എന്താ 3000 രൂപ. എന്താ ഇവിടെ കൊടുക്കുന്നത് എത്രയാ? വെറുതെ കിട്ടുന്നതിനെ ഒന്നും വെറുതെ വിടാത്തവരാണ് മലയാളി. ആ മലയാളി ഇന്ന് എവിടെയാ നിൽക്കുന്നത്? വിശപ്പുണ്ടോ? 50 രൂപ കൊടുത്താൽ ഏത് ഹോട്ടലിലും ഊണ് കിട്ടും. 30 രൂപ കൊടുത്താലും ഊണ് കിട്ടും. കുടുംബശ്രീ നേരത്തെ ചെല്ലണം, അല്ലെങ്കിൽ സാമ്പാറിനെ പിടിക്കാൻ സൈക്കിളിൽ ഫോട്ടോ പറ്റും, അതൊഴിയാണ് പോകും. ഊണ് കിട്ടില്ലേ? വലിയൊന്നും ഉണ്ടാവില്ല. ഒരു തോരൻ, ഒരു അച്ചാറ്, ഒരു മീനില്ലാത്ത മീൻചാറ്, കഷ്ണമില്ലാത്ത സാമ്പാർ, പിന്നെ ഒരു പാത്രത്തിൽ ഒരു മോര്, ഒരു പകുതി വെള്ളക്കണറ, ഒരു വെള്ളപ്പശു കിണറി ചാടിയ പോലെ തോന്നും. എന്നാലും കിട്ടില്ലേ? ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് റഷ്യ, ചൈന, വിയറ്റ്നാമുകളിൽ സമത്വം നിന്ന് തുളുമ്പുമ്പോൾ എന്താണ് ഇവിടെ സ്ഥിതിയെന്ന് പഞ്ഞം പട്ടിണി പരിവട്ടെന്ന് പാടിയ ആളാണ്. ഇന്ന് പഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ. അതാണ് കേരളം. ഒരു 3 ജോഡി ചെരുപ്പില്ലാത്തവരാരെങ്കിലും മലയാളി ഉണ്ടോ? ഇല്ലെങ്കിൽ മേടിച്ചു തരുമെന്നൊന്നും ചോദിക്കരുത്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ മേടിക്കണം. ഇതിനെ 3 ജോഡി, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ഒന്ന് അകത്ത് ഇടാൻ, ഒന്ന് ബാത്റൂമിൽ പോകാൻ. ബാത്റൂമിൽ പോകാൻ പോകുന്ന ചെരുപ്പിന്റെ വാറിങ്ങനെ പൊട്ടാറായിട്ടുണ്ടാവും. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താ പോവാ നമ്മള്. ഇത് മലയാളിയുടെ ഒരു അയലക്കത്തെ ഒരു കല്യാണം നടന്ന ഇപ്പുറത്തെ ബ്യൂട്ടി പാർലറിൽ പോകും. അവര് പോണതിന് മുമ്പ് നമ്മൾ പോകും. മുടിയൊക്കെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കും ആ പിള്ളേര്. പെൺപിള്ളേര് ഇങ്ങനെ പാവാടയൊക്കെ ഒരു പ്രത്യേക തരത്ത് പ്ലിക്കിംഗ്, ബ്ലീച്ചിങ്, അതേമാതിരി വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് പെൺകുട്ടികൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അമ്മ കുട്ടിയുടെ പാവാട ഇങ്ങനെ പിടിച്ച് അനക്കാതെയാണ് കൊണ്ടുപോകും. പ്ലിക്കിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ പ്രയാസമൊന്നുമില്ല. ഈ പിടികത്തിൽ നിന്ന് 3-4 രോമം കട്ട് ചെയ്ത് കളയുന്നതിന്റെ പേരാണ് ഈ പ്ലിക്കിംഗ്. അതിന് 7500 രൂപ മേടിക്കുന്നത്. നമ്മൾ വീട്ടിൽ വന്ന ഒരു കത്രിയോട് ചെയ്യാവുന്ന പടിയുള്ളൂ. വാഷിംഗ് എന്ന് പറഞ്ഞാൽ പുട്ടിയൊക്കെ ഇട്ടിട്ട് കൈകാര്യം ചെയ്യുന്ന പുട്ടിയൊക്കെ ഇട്ടോ സൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ വയസ്സായവര് ശ്രദ്ധിക്കണം. ഈ പുട്ടിയൊക്കെ ഇട്ടിട്ട് AC ഇല്ലാത്തടത്തോ ഫാനില്ലാത്തടത്തോ വന്നിരുന്ന വിയർപ്പ് വന്ന ഈ പുട്ടി അങ്ങോട്ട് ഒഴുകിപ്പോവും. ഒഴുകിപ്പോയാൽ എന്തുണ്ടാവും? നമുക്കൊരു പേടി തോന്നും. ഏത് നിശീതിനി എന്ന പഴയ എസ് ജാനകിയുടെ പാട്ട് കേൾക്കുന്ന പോലെ തോന്നും. നമ്മുടെ നാടതല്ലേ. ഒരു തമാശയുണ്ട്. അത് സ്കിറ്റ് അത്ര നല്ലതൊന്നുമല്ല, സീരിയസ് ഒന്നുമല്ല. പാവം ഉല്ലാസ് പന്തളപ്പ ഈ അടുത്ത കാലത്ത് അപകടം പറ്റി. ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന ഒരാള്, അയാള് സബ് ഇൻസ്പെക്ടറായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ബിനു അടിമാലി എന്ന് പറയുന്ന ആള്, അയാള് മീസ ഇങ്ങനെ സ്ട്രേറ്റ് ചെയ്യിപ്പിച്ചു വരികയാണ്. അപ്പൊ ഉല്ലാസ് പന്തളം എന്ന് SI ചോദിക്കും, എന്താ നിന്റെ മീശയ്ക്ക് വല്ല രോമാഞ്ചം ഉണ്ടായോ? അപ്പൊ അയാൾ ഇങ്ങനെ കാണിക്കും. നീ എന്താ ആന കരിമ്പും പട്ട കടിച്ചപ്പോൾ നിൽക്കണേന്ന് ചോദിക്കും. അപ്പോഴും തിരിക്കും. എന്താണ് സംഭവം എന്ന് ചോദിക്കും. അപ്പൊ പറയല്ല, ഞാൻ മുടി സ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പോയതാ, 3000 രൂപ വേണം, ഉള്ള കാശിന് ഞാൻ മീശ സ്ട്രേറ്റ് ചെയ്യിപ്പിച്ചു. ഇത് കേരളത്തിന്റെ ബോധത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ബോധത്തിൽ നിന്ന് ഒരു കഥയുണ്ടാവൂ, സിനിമയുണ്ടാവൂ, സ്കിറ്റ് ഉണ്ടാവൂ. എങ്ങനെയാ മലയാളി ജീവിക്കുന്നത്? ലോകത്ത് കോവിഡ് വന്നപ്പോ ചുരിദാറിന്റെയും ഷർട്ടിന്റെയും കളറിൽ മാസ്ക് വെച്ച ലോകത്ത് അമേരിക്കയിൽ പോലും പറ്റിയില്ല. കേരളത്തിലാണ് മാസ്ക്. തമിഴ്നാട്ടുകാരൻ അവന്റെ മുണ്ട് കീറിയെടുത്ത് തുണി വെച്ചു. അവിടെ കൃഷി ഉണ്ടായി, ഇവിടെ മാസ്ക് മാത്രം ഉണ്ടായി. അതാ മലയാളി. മേലനങ്ങാതെ ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നാണ് ആണുങ്ങളൊക്കെ അന്വേഷിക്കുന്നു. സ്ത്രീകളെല്ലാം ജോലിക്ക് പോകും, ആണുങ്ങൾ അവരെ കൊണ്ടാക്കാൻ പോകും. അത് രസം, ഭയങ്കര രസം. കേരളത്തിലെ പ്രഭാത കാഴ്ചകൾ എങ്ങനെ എല്ലാ സ്കൂട്ടറിന്മേലാണ് ഒരു ഭാര്യയെ കൊണ്ടുപോകണമാണ് ബസ് സ്റ്റാൻഡിലാക്കുക. എവിടേക്ക്? ഭാര്യ ബസ് സ്റ്റാൻഡിലാക്കാൻ പോയതാ. എന്താ കാര്യം? അവള് ജോലിക്ക് പോകണ്ടല്ലോ. താങ്കളോ? മേലീച്ച വന്ന് 500 രൂപ കൊടുത്ത് ബംഗാളിയോട് ആട്ടിത്തരാൻ പറയും. നാട്ടു ഒരു മുളക് ചെടി പോലും വെക്കില്ല മലയാളി. അങ്ങനെ വെക്കണമെന്ന് തോന്നിയാൽ പൂച്ചവാലം ചെടി വെക്കും. ഒരു ഗുണമില്ലല്ലോ. ഒന്നും കഴിക്കുണ്ടാക്കില്ല, ഒരു ഭക്ഷണം ഉണ്ടാക്കില്ല, എന്നും ചെയ്യില്ല. കുഴിമന്തി ഉണ്ടാക്കുന്നത് ബംഗാളിയാണ്, പെട്രോൾ പമ്പിൽ നിൽക്കുന്നത് ബംഗാളിയാണ്, ദോശ ഉണ്ടാക്കുന്നത് ബംഗാളിയാണ്. ദോശ ഉണ്ടാക്കുന്നത് മലയാളിക്ക് അറിയാണ്ടായി. മലയാളി ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കണയാവോ, എന്തിനെങ്ങനെ വട്ടം കറക്കണേന്ന് ബംഗാളിയോട്.
ബംഗാളി പറയും ഇത് ദോശയും സെറ്റാണ്. ദോശ. ഇതാണ് മലയാളി. ഈ മലയാളിയാണ് ആകാശത്തിന്റെ അറ്റത്തേക്ക് ഇടതുപക്ഷം വഴി എത്തിച്ചത്. ആകാശത്തിന്റെ അറ്റ. നിങ്ങൾക്ക് എവിടെ നിന്നാണോ വോട്ട് കിട്ടാൻ പോകുന്നത്? ഞങ്ങൾക്ക് ഒരുപാട്. ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല, മനുഷ്യരല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ജനതാദളായാലും ആരായാലും ദൈവങ്ങളാണോ? ഞാൻ ഈ പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ എന്തെല്ലാം കുറവുണ്ടെന്ന് അറിയൂ. നിങ്ങൾക്ക് അതറിയാത്തത് ഞാൻ ഈ നാട്ടുകാരനല്ലാത്തോണ്ടല്ലേ. ഒരുപാട് കുറവ് നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ ദൈവങ്ങളല്ല. പക്ഷെ ഈ കുറവുകളെല്ലാം ഉള്ളവയിലും ഞങ്ങളുടെ ഈ ഗുണവുമുണ്ട്. ഞങ്ങളുടെ ഗുണമാണ് ഞങ്ങൾ ഈ നാടിന്. അല്ലാതെ അധികാരം, എന്തധികാരം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5,74,000 മെമ്പർഷിപ്പ് ഉണ്ട്. അതിൽ എത്ര പേർക്ക് മത്സരിക്കാൻ പറ്റും? പഞ്ചായത്ത് മെമ്പറാവാൻ, മുനിസിപ്പൽ മെമ്പറാവാൻ, കോർപ്പറേഷൻ മെമ്പറാവാൻ, വാർഡ് മെമ്പറാവാൻ എത്ര പേർക്ക് മത്സരിക്കാൻ പറ്റും? എത്ര പേര് MLA ആവും? ബാക്കിയുള്ളവരെല്ലാം എന്താ ചെയ്യുന്നത്? ചന്ദനം തെയ്യുന്ന പോലെ തെയ്യാണ്, തേഞ്ഞുരുകയാണ്. അവന് വീട്ടിൽ പോലും കൃത്യമായി കൈകാര്യം ചെയ്യാൻ അവൻ ഈ രാഷ്ട്രീയത്തിന്റെ മുമ്പിലാണ്. വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ്. അവന് ഓടി നടക്കുകയാണ്. ഈ കൊടി കെട്ടുന്നതെല്ലാം അവനാണ്. ആരാ? ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പർ. ഞാൻ നിന്റെ മോളിൽ കൊടി കെട്ടാറില്ല. അവരാ കെട്ടുന്നത്. പിന്നെ നമ്മൾ സഹായം ചെയ്യും. പാതിരയ്ക്ക് ഞാൻ നാട്ടിലെത്തുമ്പോൾ കൊടി മോളിൽ കെട്ടലോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. താഴെ നിന്ന് മോനെ ആ കൊടി കെട്ടിയതഴിക്കും, എന്നിട്ട് ഇപ്പുറത്ത് കേട്ടാൻ പറയും. അവന്റെ പല്ല് കടിക്കണത് കേൾക്കാൻ നമുക്ക് മുകളിൽ നിന്ന്. കാരണം ഇറങ്ങാറാവുമ്പോൾ നമ്മൾ ചെല്ലണേ. കൊടി കെട്ടുന്നതും കൊടി കെട്ടാൻ പോകുമ്പോൾ വീണ് മരിക്കുന്നതും റെഡ് വളണ്ടിയർ ആവുന്നതും RSSകാരന്റെ ഏറ്റുമുട്ടലിന്റെ മുമ്പിൽ പതറാതെ നിൽക്കുന്നതും ഈ പാവങ്ങളാണ്. ഈ പാവങ്ങളാണ് നമ്മുടെ എല്ലാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന് കോർപ്പറേഷനില് പ്രശാന്ത് ജയിച്ച പ്രശാന്തിന് വേണ്ടിയാണോ? എല്ലാം ഈ രാഷ്ട്രീയത്തിനും രാജ്യത്തിനും വേണ്ടിയാണ്. ഞാൻ നീട്ടിക്കൊണ്ട് ഇപ്പൊ തന്നെ മണിക്കൂറായി. ശബ്ദത്തിന് കുഴപ്പമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല എന്റെ ശബ്ദം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. RSSനെ തടയുന്ന പ്രതിരോധ മതിൽ കേരളത്തിലാണ്. ഇവിടെ പള്ളിക്ക് കേടുവരാതിരിക്കുന്നു, അമ്പലത്തിന് കേടുവരാതിരിക്കുന്നതിന് കാരണം എന്താ കാരണം? ഇവിടെ RSS ഇല്ലാണ്ടാണോ? പള്ളി പൊളിക്കാനുള്ള ആയുധം കിട്ടാഞ്ഞിട്ടാണോ? അല്ല. പള്ളിയുടെ മുഖത്ത് തുറപ്പിച്ചു നോക്കാനുള്ള ധൈര്യം RSSനുണ്ടോ കേരളത്തിൽ? എന്താ ഇല്ലാത്തത്? ഏതെങ്കിലും ബിഷപ്പുമാരോ ഏതെങ്കിലും മറ്റേ മുല്ലാക്കന്മാരോ കരാട്ട പഠിച്ചോണ്ടാണോ? വടക്കേന്ത്യയിലെ 4 കോടി മുസൽമാനുള്ള ഉത്തർപ്രദേശിലല്ലേ ബാബറി പള്ളി പൊളിച്ചത്? 51% കത്തോലിക്കനും കൺവെർട്ടഡ് ക്രിസ്ത്യാനിയുമുള്ള മണിപ്പൂരല്ലേ പൊളിച്ചത്? ഇവിടെ ഒന്ന് പൊളിക്കാനൊന്ന് ആലോചിക്കും ഈ കേരളത്തിൽ. അതാ ഞാൻ പറഞ്ഞ ഇതിന്റെ ബാക്കിൽ ഇതിന്റെ CCTV എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന അത് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. ഒരൊറ്റ ആളുകൾക്കും പള്ളി പൊളിക്കാൻ പറ്റില്ല, പള്ളിയിൽ തുറപ്പിച്ച് നോക്കാൻ പറ്റില്ല. CPMന്റെ അവസാനത്തെ ബ്രാഞ്ച് ഇല്ലാണ്ടാവണം. ഈ പള്ളികൾ ഇനി പൊളിയണമെങ്കിൽ അവസാനത്തെ ബ്രാഞ്ചും തീരണം. അതുകൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ ബോധത്തെ ശക്തിപ്പെടുത്തുന്നതും അതാണ്. കേരളത്തെ മതങ്ങളും അതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ തമ്മിലടുപ്പിച്ച് മതബോധം, ജാതിബോധം മാത്രം ഉണ്ടാക്കുന്ന പണിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പാർട്ടി ഇപ്പൊ ചെയ്യുന്നത്. അതിൽ പെടാതെ മതനിരപേക്ഷതയെ കാക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പ്രശാന്തിനെ പോലെയുള്ള ചെറുപ്പക്കാർ നമുക്ക് നാടിന് അനിവാര്യമാണ്, ആവശ്യമാണ്. ആ ആവശ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ വരണം എന്നുകൂടി പറഞ്ഞ് നിങ്ങളെ അഭിവാദ്യം ചെയ്ത് വൈകിപ്പോയതിൽ നിങ്ങളോട് ഒന്നുകൂടി ക്ഷമ ചോദിച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അഭിവാദ്യം.